നമസ്തേ, ഞാൻ VS കൃഷ്ണരാജ്. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. പ്രധാന വാർത്തകൾ. അതിർത്തിയിൽ സ്ഥിതി എന്ത്? വിശദീകരിക്കാൻ വിദേശകാര്യ സെക്രട്ടറി. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ധരിപ്പിക്കും. കോഴിക്കോടിനെ പുകയിൽ മുക്കി തീപിടുത്തം. കാരണം കണ്ടെത്താൻ ഇന്ന് പരിശോധന. വ്യാപാരികൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടം. ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ചീഫ് സെക്രട്ടറി. റാപ്പർ വേടൻ ജിഹാദികളുടെ ഉപകരണമെന്ന് NR മധു. പറഞ്ഞതെല്ലാം കൃത്യമായ ബോധ്യത്തിലെന്നും കേസരി മുഖ്യപത്രാധിപർ. പാലക്കാടും വേടന്റെ പരിപാടി സംഘാടനത്തിൽ വൻവീഴ്ച. തിരക്കിൽപ്പെട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം 15 പേർക്ക് പരുക്ക്. പോലീസ് ലാത്തി വീശി. കാളികാവിലെ കടുവ എവിടെ? നരഭോജിക്കായി ഊർജിത തെരച്ചിൽ. ഡ്രോൺ നിരീക്ഷണം ശക്തം. ED കൈക്കൂലിക്കേസിൽ അന്വേഷണം ഊർജിതം. പരാതിക്കാരന്റെ മൊഴിയിൽ വ്യക്തത തേടി വിജിലൻസ്. കേസുകൾ പരിശോധിക്കാൻ ED ഡെപ്യൂട്ടി ഡയറക്ടറും. സാമ്പത്തിക തട്ടിപ്പുകാരന് കുടപിടിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. സസ്പെൻഷനിലായ ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറെ തിരിച്ചെടുത്തു. ഓഡിറ്റിന് കാലതാമസം ഉണ്ടായതിനാലെന്ന് വിചിത്രവാദം. AV വിജീഷിൻ്റേത് അരക്കോടിയുടെ തിരിമറി. സംസ്ഥാനത്ത് പെരുമഴ തുടങ്ങുന്നു. 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. IPL-ൽ പ്ലേ ഓഫ് ഉറപ്പിച്ച് ഗുജറാത്ത്. ഡൽഹിയെ തോൽപ്പിച്ചത് 10 വിക്കറ്റിന്. സെഞ്ചുറി തിളക്കത്തിൽ സായ് സുദർശൻ. ഇന്ന് ലക്നൗ ഹൈദരാബാദ് പോരാട്ടം. എല്ലാ ദിവസവും ഒരു ക്ഷേത്രമുറ്റത്ത് നിന്ന് തുടങ്ങിയാൽ അത്രയും സന്തോഷമാണ്. എല്ലാ നല്ല ദിവസങ്ങളുടെയും തുടക്കം ആരാധനാലയങ്ങൾക്ക് മുന്നിൽ നിന്നായാൽ ഏറ്റവും നല്ലതാണ്. ഇന്നും ഞങ്ങൾ ശബരിമലയിലേക്ക് പോകുന്നു. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. രാത്രി 10-ന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് സമാപനമാകും. ഇന്നലെ 10,000-ഓളം ഭക്തരാണ് ദർശനം നടത്തിയത്. ഇന്ന് പുലർച്ചെ കുറവ് തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി മിഥുൻ മുരളി ഒപ്പം ചേരുന്നു. മിഥുൻ, ഈ ഇടവമാസ പൂജകൾക്കായി നട തുറന്ന ദിവസം മുതൽ ഇന്നലെ വരെ നല്ല തിരക്കായിരുന്നു. ഇന്നലെ കുറച്ചു കുറഞ്ഞു. ഇന്നും തിരക്ക് വളരെ കുറവാണ്. കൃഷ്ണരാജ് സ്വാമി ശരണം. രാവിലെ തിരക്ക് നന്നേ കുറവാണ്. സുഗമമായ ദർശനം ഭക്തർക്കെല്ലാം സാധ്യമാകുന്നുണ്ട്. വളരെ സാവധാനത്തിൽ 18-ാം പടി കയറി ഭഗവാനെ ദർശിക്കുന്നതിനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരു ദിവസമാണ് ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാം. 17-ാം തീയതി വരെ വലിയ തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെട്ടത്. കഴിഞ്ഞ 2 ദിവസം ഇന്നലെ മുതലാണ് തിരക്കിൽ കുറവ് അനുഭവപ്പെട്ടു തുടങ്ങിയത്. പതിവ് പൂജകൾ തുടങ്ങിയ 15-ാം തീയതി 29,000-ഓളം ഭക്തജനങ്ങളും 16-ാം തീയതി 37,000-ഓളം ഭക്തജനങ്ങളും 17-ാം തീയതി 34,000-ഓളം ഭക്തജനങ്ങളും ദർശനം നടത്തിയപ്പോൾ ഇന്നലെ 9,918 ഭക്തജനങ്ങൾ മാത്രമാണ് ദർശനം നടത്തിയത്. ഇന്നും രാവിലെ തിരക്ക് നന്നേ കുറഞ്ഞ് നടപ്പന്തലും ഫ്ലൈ ഓവറും എല്ലാം വലിയ തിരക്കൊന്നുമില്ലാതെ വിജനമായി കിടക്കുന്ന കാഴ്ചയാണ് സന്നിധാനത്ത് നിന്നും കാണാൻ കഴിയുന്നത്. ക്യൂ ഒന്നും കാത്തു നിൽക്കാതെ തന്നെ ഭക്തജനങ്ങൾക്ക് നടപ്പന്തലിലൂടെ 18-ാം പടി കയറി ഭഗവാനെ നേരിട്ട് കൊടിമര ചുവട്ടിൽ നിന്നും നേരിട്ടുള്ള ദർശന സംവിധാനത്തിലൂടെ ദർശനം പൂർത്തിയാക്കുന്നതിനുള്ള സാഹചര്യം ഇന്നെത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഉണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനവുമൊക്കെയായി ബന്ധപ്പെട്ട് ആദ്യ സമയത്ത് ഈ 18-19 ദിവസങ്ങളിൽ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പിന്നീട് രാഷ്ട്രപതിയുടെ ദർശനം ഉണ്ടാവുകയില്ല എന്നുള്ള അറിയിപ്പ് വന്നതിന് ശേഷമാണ് ഈ ദിവസങ്ങളിലെ വെർച്വൽ ക്യൂ ബുക്കിങ്ങിലുമൊക്കെ വീണ്ടും ഭക്തജനങ്ങൾക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയത്. അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ 2 ദിവസം ഒഴികെ കഴിഞ്ഞ ദിവസം വരെ വലിയ തിരക്ക്
മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ വലിയ തിരക്ക് 30,000-ന് മുകളിൽ ഭക്തജനങ്ങൾ കഴിഞ്ഞ 17-ാം തീയതി വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരാശരിക്ക് മുകളിൽ തിരക്ക് ആ ദിവസങ്ങളിൽ അനുഭവപ്പെടുകയും ഇന്നലെ മുതൽ തിരക്ക് കുറയുകയും ചെയ്തു. ഇപ്പോൾ ഫ്ലൈ ഓവറിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ഫ്ലൈ ഓവർ വിജനമായി കിടക്കുന്ന കാഴ്ച കാണാം. ഭക്തജനങ്ങൾ ഇല്ല. സോപാനത്തിനോട് ചേർന്ന ഭാഗത്ത് മാത്രമാണ് ഏതാനും ഭക്തജനങ്ങൾ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. മീനമാസ പൂജാ സമയത്ത് നടപ്പാക്കിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പോഴും തുടർന്നു പോരുന്ന നേരിട്ടുള്ള ദർശനക്രമം അതും തിരക്ക് കൂടുതലുള്ള ദിവസങ്ങളിൽ പ്രായോഗികമാകാതെ വരികയും ഇതുപോലെ തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ഭക്തജനങ്ങൾക്ക് ദർശനം സാധ്യമാക്കുന്ന കാഴ്ചയുമാണ് കാണാൻ കഴിയുന്നത്. കൊടിമരച്ചുവട്ടിൽ നിന്നും ബലിക്കൽ പുര വഴി നേരിട്ടുള്ള ദർശനം അത് ഇപ്പോഴും തുടരുന്നുണ്ട് കഴിഞ്ഞ 3 മാസമായിട്ട്. പക്ഷേ തിരക്ക് കൂടുന്ന ദിവസങ്ങളിൽ കഴിഞ്ഞ 17-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ആ ദർശനക്രമം അത്ര പ്രായോഗികമായി നടപ്പാക്കാൻ സാധിക്കാതെ വരികയും പിന്നീട് ഫ്ലൈ ഓവർ മാത്രം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ ദിവസങ്ങളിൽ ദർശനം നടത്തിയതെങ്കിൽ ഇന്ന് നേരിട്ടുള്ള ദർശനക്രമവും സാധ്യമാകുന്നുണ്ട്. ഒപ്പം ഫ്ലൈ ഓവർ വഴി ദർശനവും നടത്തുന്നുണ്ട്. ഇപ്പോൾ സോപാനത്തിനോട് ചേർന്ന് ഭഗവാനെ കാണാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം വേണ്ടിവരുന്ന ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളുടെ കാഴ്ചയാണ് കാണുന്നത്. ഇടവമാസ പൂജാ സമയത്ത് മലയാളികളാണ് കൂടുതലായി എത്തിയത്. സാധാരണഗതിയിൽ തന്നെ മാസപൂജാ സമയത്ത് മലയാളികളാണ് കൂടുതൽ എത്തുന്നത്. ഇത്തവണയും മാറ്റമുണ്ടായില്ല. മാളികപ്പുറങ്ങളും കുഞ്ഞ് അയ്യപ്പന്മാരും കുഞ്ഞ് മാളികപ്പുറങ്ങളുമെല്ലാം ധാരാളമായി എത്തിയ ദിവസങ്ങളായിരുന്നു. വേനലവധിയൊക്കെ കഴിയുന്ന മാസമായതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുമായിട്ട് ധാരാളം ഭക്തജനങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. ഇന്നും ഉണ്ട്. ഈ സോപാനത്തിനോട് ചേർന്ന ഭാഗങ്ങളിൽ തന്നെ ധാരാളം കുഞ്ഞ് അയ്യപ്പന്മാർ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന കാഴ്ചയും കാണാനുണ്ട്. അയൽ സംസ്ഥാന ഭക്തജനങ്ങൾ കുറവാണ് മലയാളികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ദിവസങ്ങളിൽ എത്തിയത് എന്നുള്ള പ്രത്യേകതയുമുണ്ട്. മഴയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം വരെ. ഇടപെട്ടു പെയ്യുന്ന മഴ സന്നിധാനത്ത് ഉണ്ട്. മഴയും മഞ്ഞും തീർക്കുന്ന ആ തണുത്ത പ്രഭാതത്തിലാണ് അയ്യപ്പസ്വാമിയെ ഈ ഒരു സമയം ഭക്തജനങ്ങൾ ദർശിക്കുന്നത്. നല്ല തണുപ്പാണ് എന്ന് തന്നെ പറയാം. മഞ്ഞുണ്ട്, ഒപ്പം മഴയും അയ്യപ്പസ്വാമിയുടെ പൂങ്കാവനത്തിൽ ഇപ്പോൾ ഒരു നനുത്ത പ്രഭാതം കാലാവസ്ഥ തീർത്തുകൊണ്ട് ഉണ്ട്. ഇനി വരും മണിക്കൂറുകളിലും തിരക്ക് കുറയുന്നതിനുള്ള സാധ്യത തന്നെയാണ്. ഇന്ന് വെർച്വൽ ക്യൂ ബുക്കിങ്ങും കുറവാണ്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉച്ചപൂജ പൂർത്തിയാക്കി നടയടയ്ക്കും. വൈകിട്ട് 4-ന് നട തുറക്കും. 6:30-ക്ക് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജയുണ്ട്. 9:50-ന് ഹരിവരാസനം പാടി 10 മണിക്ക് നടയടയ്ക്കുന്നത് കൂടി ഇടവമാസ പൂജയ്ക്ക് സമാപനമാകും. ഇനി ജൂൺ 4-ാം തീയതി പ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടി നട തുറക്കും. ജൂൺ 5-ാം തീയതിയാണ് പ്രതിഷ്ഠാ ദിനം. ഒരു ദിവസത്തിന് വേണ്ടി പ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടി ചടങ്ങുകൾക്ക് വേണ്ടി അന്ന് നട തുറക്കും. ഇടവമാസ പൂജയ്ക്ക് ശേഷം നട തുറക്കുന്നത് മിഥുനമാസ പൂജയ്ക്കും ഇടയിലായിട്ട് ഒരു ദിവസം നട തുറക്കുന്നത് ജൂൺ 4-ാം തീയതിയാണ്. ജൂൺ 5-ാം തീയതി രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കും. ചോറൂണ് ചടങ്ങിനുമൊക്കെയായി എത്തുന്ന ഭക്തജനങ്ങളെയും ഇടവമാസ പൂജാ നാളുകളിൽ സന്നിധാനത്ത് നിന്നും ധാരാളമായി കാണാനുണ്ടായിരുന്നു. മാസപൂജാ സമയത്ത് ധാരാളം ഭക്തജനങ്ങൾ ചോറൂണ് ചടങ്ങിനുമൊക്കെയായിട്ട് സന്നിധാനത്തേക്ക് എത്തുന്ന കാഴ്ച സ്ഥിരം പതിവ് കാഴ്ചയാണ്. ആ കാഴ്ച ഇടവമാസ പൂജാ സമയത്തും നാളിലും സന്നിധാനത്ത് നിന്നും കാണാനായി. ഇപ്പോൾ കൊടിമരച്ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്തൂടെയാണ് നേരിട്ടുള്ള ദർശനക്രമം സംവിധാനം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ വഴി നേരിട്ട് ഭക്തജനങ്ങൾക്ക് അയ്യപ്പസ്വാമിയെ ദർശിക്കുന്നതിനുള്ള ഒരു ക്രമീകരണം പലപ്പോഴും തിരക്ക് കൂടുന്ന സമയങ്ങളിൽ പ്രായോഗികമാകാതെ വരുന്ന കാഴ്ചയായിരുന്നു നമ്മൾ നേരത്തെ മുൻ മാസങ്ങളിലും എല്ലാം കണ്ടത്. പക്ഷേ ഇതുപോലെയുള്ള കുറഞ്ഞ സമയങ്ങളിൽ തുടരെ ശബരിമല റിപ്പോർട്ടിങ്ങിന് ഭാഗ്യം ലഭിക്കുന്ന ആളാണ്. ഇന്നിപ്പോൾ തീരെ തിരക്ക് കുറവാണെന്നറിയാമെങ്കിലും ഈ ഭക്തരുമായൊന്ന് സംസാരിക്കാൻ കഴിയുമെങ്കിൽ, കാരണം സുഗമമായ ദർശനമാണല്ലോ, അപ്പോൾ സ്വാഭാവികമായും അവർക്ക് വളരെ നേരം കാത്തു നിൽക്കാതെ എന്നാൽ ഭഗവാന് മുന്നിൽ കുറച്ചധിക സമയം ചെലവിടാൻ സമയം കിട്ടുന്ന ദിവസമാണ്. അവരുടെ പ്രതികരണം എന്തെന്നറിയാൻ ആഗ്രഹമുണ്ട്. കഴിയുമെങ്കിൽ മാത്രം. തീർച്ചയായും കൃഷ്ണരാജ്, എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഇന്ന് 2 ദിവസങ്ങളിലായിട്ട് ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾ എല്ലാം തന്നെ. സ്വാമി ശരണം, എവിടെ പാലക്കാട്. ദർശനം കഴിഞ്ഞു അതോ ചോറൂണ് ചടങ്ങിന് വേണ്ടി കാത്തു നിൽക്കുക? എങ്ങനെയുണ്ട്? ഇന്ന് തിരക്കൊക്കെ കുറവായതുകൊണ്ട് കുറവാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. മലകയറ്റമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മലകയറ്റമൊക്കെ 2 ആളുണ്ട്, ടിങ്സാണ്, 2 കുട്ടികളാണ്. അങ്ങനെ പോകുന്നു. എത്ര മാസമായി? 7 മാസമായി. ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. തിരക്കില്ല, വല്ലാണ്ടില്ല. രാഷ്ട്രപതി വരുന്നുണ്ട് എന്ന് പറയുകൊണ്ടാണ്. പിന്നെ നീട്ടിയല്ലോ. മലകയറ്റമൊക്കെ യാത്രയൊക്കെ സുഖമായി. കുഞ്ഞുങ്ങൾക്കും വഴക്കൊന്നും ഉണ്ടായില്ല? ഇല്ല. മഴയൊക്കെ സഹായിച്ചു. ചോറൂണ് ചടങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ്. ഉഷപൂജയ്ക്ക് ശേഷമാണ് ചോറൂണ് ചടങ്ങ് നടക്കുന്നത്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന കുഞ്ഞുങ്ങളുമായി മല കയറി
ചോറൂണ് ചടങ്ങിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ ഉണ്ട്. ഇവർക്കെല്ലാം കഴിഞ്ഞ 2 ദിവസമായി എത്തുന്ന ഭക്തജനങ്ങൾക്കെല്ലാം പറയാനുള്ളത് സന്തോഷകരമായ ഒരു സുഗമമായ ദർശനം കിട്ടിയതിൻ്റെ സന്തോഷം തന്നെയാകും. കാരണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 18-ാം പടി തൊട്ട് തൊഴുത് വണങ്ങി എല്ലാ പടിയിലും തൊഴുത് കയറി വരിക എന്ന് പറയുന്നത് ഭക്തജനങ്ങൾക്ക് അത്രയും ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ആത്മനിർവൃത്തിയുടെ ഭക്തി നിർവൃത്തിയുടെ ഒരു കാര്യം തന്നെയാണ് 18-ാം പടിയിൽ മുഴുവൻ എല്ലാ പടിയിലും തൊട്ട് തൊഴുത് വന്നിച്ച് അയ്യപ്പ ദർശനം നടത്തുക എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ഭാഗ്യം സിദ്ധിച്ച ഒരു ദിവസമാണ് ഇന്നലെയും ഇന്നും എല്ലാം. സാവധാനം തന്നെ തിരക്കൊന്നും കൂടാതെ 18-ാം പടി കയറി അയ്യപ്പ ദർശനം സാധ്യമാകുക, അതും കൂടുതൽ സമയം പരമാവധി സമയം തന്നെ അയ്യപ്പ ദർശനം അയ്യപ്പൻ സ്വാമിക്ക് മുന്നിൽ നിന്ന് തൊഴുക എന്നുള്ളത് ഭക്തജനങ്ങളുടെ എല്ലാം ആഗ്രഹ സഫലീകരണത്തിന്റെ ഒരു കാര്യം തന്നെ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭക്തജനങ്ങൾക്കും ഈ 2 ദിവസങ്ങളിലായി എത്തിയ ഭക്തജനങ്ങൾക്കെല്ലാം വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ്, ആത്മനിർവൃത്തിയോടു കൂടി തന്നെയാണ് മടക്കം. മാളികപ്പുറങ്ങളെല്ലാം ദൃശ്യങ്ങളിൽ കാണാം. കൂടുതൽ മാളികപ്പുറങ്ങളും ഈ ദിവസങ്ങളിലായിട്ട് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. മാസപൂജാ സമയത്ത് കൂടുതലും മാളികപ്പുറങ്ങൾ. സ്വാമി ശരണം, എവിടുന്നാ വരുന്നത്? മൈനാഗപ്പള്ളി, കരുനാഗപ്പള്ളി മൈനാഗപ്പള്ളി. തൊഴുതോ? ആ, തൊഴുത്. തിരക്കൊന്നുമില്ലാത്തതുകൊണ്ട് സുഖമായിട്ട് തൊഴാൻ പറ്റിയല്ലേ? സന്തോഷം. മൈനാഗപ്പള്ളിയിൽ നിന്ന് വരുക. എങ്ങനെയുണ്ടായിരുന്നു ദർശനം? ആ, നല്ല ദർശനം. തിരക്കില്ലാത്തതുകൊണ്ട് ഞാൻ സുഖമായിട്ട് കണ്ടു. ആ, ഇല്ല ഇല്ല, ഞങ്ങൾ കയറുമ്പോഴും തിരക്കില്ലായിരുന്നു, സുഖമായിട്ട് കണ്ടു. ഞങ്ങൾ വെളുപ്പിന് 3 മണിക്കല്ല ഇവിടെ വന്നു. ആ, തൊഴുതു. കന്നിയാണോ അതോ നേരത്തെ വന്നിട്ടുണ്ടോ? കന്യ. കന്നി ദർശനം തന്നെ സന്തോഷമായിട്ട് തൊഴാൻ പറ്റും. തൊഴുത്. സ്വാമി സ്വർണ്ണം നല്ല ദർശനമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പിന്നെ വർഷക്കണക്കിന് വരുന്നു. ഈ വർഷം സുഖമായിട്ട് തൊഴുതു. എത്ര തവണ? ഒരു 10-30 വർഷം. ഈ തവണ വന്നപ്പോൾ ഒട്ടും തിരക്കില്ലാത്തതുകൊണ്ട് അത്രയും സന്തോഷം. സുഖമായിട്ട് തൊഴുതു. താഴെ എങ്ങനെയുണ്ട് തിരക്കൊക്കെ? മല കയറി വന്നപ്പോൾ മലകയറ്റമൊക്കെ എങ്ങനെയുണ്ട്? തിരക്കുണ്ടായിരുന്നു? ഇല്ല ഇല്ല, തിരക്കില്ല, വലിയ തിരക്കില്ല. ആള് അവരുടെ കൂടെ കയറി, വലിയ തെരളില്ല, കുഴപ്പമില്ലാതെ കയറി തൊഴുതു. ഇനി ബാക്കി പറയിട്ടേച്ച് കയറി ബാക്കി ഇവിടെ തൊഴുതു. എല്ലാവർക്കും ഈ 2 ദിവസമായി എത്തിയ എല്ലാവർക്കും ഇതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. സന്തോഷത്തോടു കൂടി ആത്മനിർവൃത്തിയോടു കൂടിയുള്ള ഒരു മടക്കം. വലിയ തിരക്കൊന്നും കൂടാതെ ഭക്തജന പ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് അത്ര സന്തോഷം തരുന്ന രീതിയിൽ അല്ലെ കൂടുതൽ സമയം അയ്യപ്പസ്വാമിയെ ദർശിക്കുക എന്നുള്ളതൊക്കെ എല്ലാ ഭക്തജനങ്ങളുടെയും ആഗ്രഹമാണ്. ഒരുപക്ഷെ തിരക്ക് കൂടുന്ന സമയത്ത് അതൊന്നും സാധ്യമായില്ലെങ്കിൽ ഇതുപോലെയുള്ള ദിവസങ്ങൾ, ഇങ്ങനെ തിരക്ക് കുറഞ്ഞ ദിവസങ്ങളിലേക്ക് എത്തുന്ന ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ പ്രതികരിച്ച മാളികപ്പുറങ്ങളൊക്കെ പറയുന്നത് പോലെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഈ ദിവസങ്ങളിൽ എത്തുന്ന ഭക്തജനങ്ങളുടെ എല്ലാം മടക്കം. ഇനി വരും മണിക്കൂറുകളിലും ഒരുപക്ഷെ തിരക്ക് ഈ രീതിയിൽ തന്നെ തുടരും. വലിയ തിരക്കിലേക്ക് പോകാത്ത ഒരു ദിവസമായി ഇന്ന് മാറും എന്നുള്ള സൂചനകൾ തന്നെയാണ് രാവിലെ സന്നിധാനത്ത് നിന്ന് ലഭിക്കുന്നത്. മഴ ഉണ്ടാകും, ഏത് നിമിഷവും മഴയുണ്ടാകും എന്ന് തോന്നിപ്പിക്കുന്ന കാലാവസ്ഥയുമാണ് സന്നിധാനത്ത് ഉള്ളത്. കാർമേഘം മൂടിയിട്ടുണ്ട്, മഴ ഉണ്ടാകും, മഞ്ഞ് ഉണ്ട് ഒരു വശത്ത്, തണുത്ത കാലാവസ്ഥയാണ്. അങ്ങനെ സംസ്ഥാനത്ത് രൂപപ്പെടുന്ന മഴയുടെ കാലാവസ്ഥ സന്നിധാനത്തുമുണ്ട് എന്ന് തന്നെ പറയാം. എന്തായാലും തിരക്ക് കുറഞ്ഞ് ഭക്തജനങ്ങൾക്ക് സുഗമമായ ദർശനം സാധ്യമാകുന്ന ഒരു ദിവസമായിട്ട് ഇന്ന് മാറുകയാണ്. രാത്രി 10 മണിക്ക് ഹരിവരാസനം പാടി നടയടയ്ക്കുന്നതോടെ ഇടവമാസ പൂജകൾക്ക് 6 ദിവസത്തെ പൂജാ ദിവസങ്ങൾക്ക് സമാപനമാവുകയും ഇനി ജൂൺ 4-ന് പ്രതിഷ്ഠാ ദിനത്തിന് വേണ്ടി നട തുറക്കുകയും ചെയ്യും. കൃഷ്ണരാജ്. ശരി, ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്ന് അടയ്ക്കും. ഇന്ന് വളരെ തിരക്ക് കുറവാണ്. ആദ്യ ദിവസങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് പക്ഷേ തിരക്ക് കുറവാണ്. സുഗമമായ ദർശനം ഭക്തർക്ക് സാധ്യമാകുന്നുണ്ട്. അമ്മമാരുടെ മുഖത്തൊക്കെ നമ്മളതിൻ്റെ സന്തോഷം കാണുന്നുമുണ്ട്. കുഞ്ഞുങ്ങൾ എത്ര സ്വസ്ഥമായാണ് അച്ഛൻ്റെ തോളിൽ കിടന്നുറങ്ങിയത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അപ്പോൾ വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി. മറ്റു വാർത്തകൾ നോക്കാം. മുതലപ്പുഴയിൽ മണൽ നീക്കാനുള്ള ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കും. ചന്ദ്രഗിരി ഡ്രഡ്ജറിന് പുറമെ ചേറ്റുവയിൽ നിന്ന് എത്തിച്ച മെഷീനും ഇന്നു മുതൽ പ്രവർത്തിച്ചു തുടങ്ങും. അഴിമുഖത്ത് അടിഞ്ഞുകൂടിയ മണൽ ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ പൂർണ്ണമായും നീക്കം ചെയ്യുമെന്ന് ജില്ലാ ഭരണകൂടം സമരസമിതിയെ അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി വിനീഷ് ഒപ്പം ചേരുന്നു. വിനീഷ്, ഒരുപക്ഷെ ഇന്ന് വാക്കുപാലിക്കലിൻ്റെ ദിനമാകും എന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ, അല്ലേ? തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡ്രഡ്ജിങ് ആരംഭിച്ച സമയത്ത് ഈ മെഷീന് കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു. അവിടെയുള്ള ഫിഷറീസ് വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ മത്സ്യത്തൊഴിലാളികൾ പൂട്ടിയിടുന്ന സാഹചര്യം, ഉപരോധിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആ ഒരു സമരം ഒരു ദിവസം പൂർണ്ണമായും അർദ്ധരാത്രിയോട് കൂടിയാണ് അവസാനിക്കുന്ന ഘട്ടത്തിലേക്കൊക്കെ പോയത്. അങ്ങനെ ജില്ലാ ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനങ്ങൾ പല ഘട്ടങ്ങളിലായി അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് തൊട്ടു
പിന്നാലെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ സമരസമിതി നേതാക്കളുമായി ഇവർ ജില്ലാ ഭരണകൂടം ചർച്ച നടത്തിയതും ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ വീണ്ടും ട്രഡ്ജിങ് പുനരാരംഭിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സർക്കാർ പോകുന്നത്, അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. എന്തായിരുന്നാലും വലിയ പ്രതീക്ഷയോടുകൂടി അല്പസമയത്തിനകം തന്നെ ഈ മുതലപ്പുഴയിൽ ട്രഡ്ജിങ് ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ട്രഡ്ജിങ് നടത്തുന്ന മണൽ വടക്ക് ഭാഗത്തായി നീക്കിക്കൊണ്ട് അവിടെ വീണ്ടും കടലിലേക്ക് മണൽ ഇറക്കാത്ത തരത്തിലുള്ള ഒരു സംവിധാനം ഒരുക്കാനുള്ള ഒരു പദ്ധതിയും ഇത്തവണ ഈ ട്രഡ്ജിങ് നടത്തുന്ന കമ്പനി നടത്തുന്നുണ്ട് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം കഴിഞ്ഞ ദിവസം സമരസമിതി നേതാക്കളെയും അറിയിച്ചിരിക്കുന്നത്, മത്സ്യത്തൊഴിലാളികളെയും അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2 മെഷീനുകൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു ട്രഡ്ജിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ചന്ദ്രഗിരിയിൽ നിന്നും ചേറ്റുവയിൽ നിന്നും എത്തിച്ച മെഷീനുകൾ ട്രഡ്ജിങ് അതിവേഗം നടപ്പിലാക്കി ഈ മാസം 30-നകം മണൽ പൂർണ്ണമായും നീക്കിക്കൊടുക്കാം എന്ന ഒരു നിലപാട് തന്നെയാണ് ജില്ലാ ഭരണകൂടം മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ട്രഡ്ജിങ് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തുന്നത്. കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഈ മണൽ നീക്കാൻ ശ്രമം നടത്തുമ്പോഴൊക്കെ ഇതിനോടൊപ്പം വെള്ളം കയറി വരുന്ന തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഈ മണൽ നീക്കത്തിൽ ഘട്ടമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ കാലാവസ്ഥ കൂടി അനുകൂലമായാൽ വലിയ രീതിയിൽ പെട്ടെന്ന് തന്നെ ട്രഡ്ജിങ് നടത്തി ഈ മണൽ നീക്കാനുള്ള സാഹചര്യം ഒരുക്കാൻ സാധിക്കുമെന്ന് ജില്ലാ ഭരണകൂടം കരുതുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സമരങ്ങൾ, പ്രതിഷേധങ്ങൾ ഇതിനെയൊക്കെ തന്നെ ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടത്തിന് അവസാനിപ്പിക്കാൻ ഇപ്പോഴത്തെ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ ഈ മുതലപ്പുഴയിലെ മണൽ നീക്കം നിലയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകുകയാണെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കൃഷ്ണരാജ്. വിനീഷ്, ഈ മത്സ്യത്തൊഴിലാളികൾ എന്തു പറയുന്നു? വാക്കുകൾ പാലിക്കപ്പെടാതെ പോയപ്പോഴൊക്കെയും വലിയ പ്രതിഷേധമാണ് അവർ ഉയർത്തിയത്. തീർച്ചയായിട്ടും പല ഘട്ടങ്ങളിലായും സംസ്ഥാന സർക്കാർ ഈ ട്രഡ്ജിങ് പുനരാരംഭിക്കുന്നു എന്ന് പല ഘട്ടങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വാഗ്ദാനം നൽകിയതിനപ്പുറം അതൊരു നടപടിക്രമത്തിലേക്ക്, കൃത്യമായ ക്രിയാത്മകമായ പ്രവർത്തനത്തിലേക്ക് നീങ്ങാത്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഘട്ടങ്ങളിലാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായത്. ആ പ്രതിഷേധങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം വീണ്ടും കാര്യക്ഷമമായി ഇടപെടുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളെ അറിയിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുടെ നിലപാട് ഇത്തരത്തിലാണ്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ തങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും. പല ഘട്ടങ്ങളിലായി സർക്കാർ തങ്ങളെ പറ്റിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വലിയ ആധുനിക മെഷീനുകൾ കൊണ്ടുവന്നാണ് ട്രഡ്ജിങ് നടത്തുന്നത് എന്ന് പറയുമ്പോഴും പല ഘട്ടങ്ങളിലും ഇതിൽ കേടുപാടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഇതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ട്രഡ്ജിങ് പുനരാരംഭിച്ചുകൊണ്ട് ഉടൻ തന്നെ ഈ പറയുന്ന സമയത്തിനുള്ളിൽ, പ്രത്യേകിച്ച് ഈ മാസം 30-ാം തീയതിക്കുള്ളിൽ ട്രഡ്ജിങ് അവസാനിപ്പിച്ച് ഈ പൂർണ്ണമായും ആ പ്രദേശത്തെ മണൽ നീക്കണമെന്ന നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാത്ത പക്ഷം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിച്ചിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, മുതലപ്പുഴയിൽ മണൽ നീക്കാനുള്ള ഡ്രഡ്ജിങ് പുനരാരംഭിക്കുന്നു. അവിടെ 2 ഡ്രഡ്ജറുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വലിയ പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനീഷ്. ഇന്നും നാളെയും സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യത. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ഇടങ്ങളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. നാളെ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലും ഓറഞ്ച് അലർട്ടാണ്. 4 ദിവസം കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. വിവരങ്ങളുമായി അഖിൽ പാലോട്ട് മഠം ചേരുകയാണ്. അഖിൽ, മേൽപ്പറഞ്ഞ സൂചനകളൊക്കെയും നൽകുന്നത് വലിയ മഴയ്ക്ക് സാധ്യതയെന്നാണ്, അല്ലേ? കൃഷ്ണരാജ്, ഈ കാലവർഷം കേരള തീരത്ത് തൊടാൻ ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് തന്നെ സാധ്യത എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ ഒരു മുന്നറിയിപ്പായി നൽകിയിരിക്കുന്നത്. അതിൽ ജില്ലകളിൽ തന്നെ ഓറഞ്ച് അലർട്ട് അടക്കമുള്ളവ നൽകിയിട്ടുണ്ട്. വടക്കൻ ജില്ലകളിലാകും ഏറ്റവും കൂടുതൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യത നിൽക്കുക. 40 ഡിഗ്രി വരെ മഴ പെയ്യാനുള്ള സാധ്യതയാണ് വടക്കൻ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മഴയ്ക്കൊപ്പം ഇടിയും മിന്നലും ഒക്കെ തന്നെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും ഈ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണം പറയുന്നുണ്ട്. ഈ കാറ്റും വലിയ കാറ്റിനും സാധ്യതയുണ്ട് എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. അടുത്ത 4 ദിവസത്തേക്ക് കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും ചെറിയ രീതിയിലുള്ള ഒരു വിലക്ക്
ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് 35 മുതൽ 55 കിലോമീറ്റർ വരെ വേഗത്തിലാണ് സംസ്ഥാനത്തെ കാറ്റ് വീശാനുള്ള സാധ്യത എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പായി നൽകുന്നത്. തെക്കൻ തമിഴ്നാട് തീരത്തും കന്യാകുമാരി തീരത്തും എന്നിവിടങ്ങളിലെ സമാനമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മധ്യകിഴക്കൻ അറബിക്കടലിലും കർണാടക തീരത്തിന് മുകളിലും രൂപപ്പെടുന്ന ചക്രവാത ചുഴിയാണ് ഇതിൽ പ്രധാനമായും കേരള തീരത്ത് ഇത്തരത്തിലൊരു മഴയ്ക്ക് കാരണമായി മാറുന്നത്. മെയ് 21 രൂപപ്പെടുന്ന ചക്രവാത ചുഴി മെയ് 22 ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഒക്കെ സംസ്ഥാനത്ത് അതീവ ജാഗ്രത പുലർത്തണമെന്ന് പറയുന്നുണ്ട്. വീണ്ടും ഒരു ഉരുൾപൊട്ടൽ സാധ്യതയടക്കം ഉള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ അതീവ ജാഗ്രത പാലിക്കണം. വിനോദസഞ്ചാരികൾ യാത്ര ഒഴിവാക്കണം. അതുപോലെ തന്നെ രാത്രികാല യാത്രകൾ ഒഴിവാക്കണം. ജലാശയങ്ങളിൽ കുളിക്കാൻ ഇറങ്ങുന്നതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും എല്ലാം നൽകുന്നുണ്ട്. സംസ്ഥാനം വീണ്ടും ഒരു ജാഗ്രതാ നിർദ്ദേശത്തിൽ, മഴ ശക്തി പ്രാപിച്ചാൽ ഒരു ജാഗ്രതാ നിർദ്ദേശം പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, വലിയ മഴയ്ക്ക് സാധ്യത. അഖിൽ പാലോട്ട് മഠമാണ് വിവരങ്ങളുമായി ഒപ്പം ചേർന്നത്. സാമ്പത്തിക തിരിമറി നടത്തി സസ്പെൻഷനിലായ ജീവനക്കാരനെ തിരിച്ചെടുത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസറായിരുന്ന AV വിജേഷ് നടത്തിയത് അരക്കോടിയുടെ തിരിമറിയാണ്. വിജേഷ് ജോലി ചെയ്ത മറ്റിടങ്ങളിൽ ഓഡിറ്റ് നടത്താൻ കാലതാമസം ഉണ്ടാകുന്നതിനാൽ സസ്പെൻഷൻ പിൻവലിക്കുന്നു എന്നാണ് വിചിത്രവാദം. തുടർ നടപടികളിൽ ഇല്ലാത്തതിനാൽ ദേവസ്വം ജീവനക്കാർക്കിടയിലും അതൃപ്തിയുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, അതായത് ഒരിടത്ത് മാത്രം നടത്തിയത് അരക്കോടിയുടെ തിരിമറി. ഇപ്പോൾ പറയുന്നത് ഇയാൾ ജോലി ചെയ്ത മറ്റിടങ്ങളിൽ ഓഡിറ്റ് നടക്കാൻ വൈകുന്നത് കൊണ്ടാണ് സസ്പെൻഷൻ പിൻവലിക്കുന്നത് എന്നാണ്. അതായത് അരക്കോടിയുടെ അഴിമതി നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും അയാളെ ചേർത്ത് പിടിക്കുന്നു, അയാൾക്ക് കുട പിടിക്കുന്നു ദേവസ്വം ബോർഡ്. ശരിയല്ലേ? തീർച്ചയായിട്ടും വലിയ വിചിത്രമായ ഒരു വാദം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അരക്കോടി അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥന് നേർ സസ്പെൻഷൻ നടപടികൾ ഉണ്ടായി. സസ്പെൻഷൻ നടപടികൾ ഉണ്ടായതിനു ശേഷം ഈ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം മറ്റ് സ്ഥലങ്ങളിലും ജോലി ചെയ്ത സ്ഥലങ്ങളിലും കൃത്യമായ രീതിയിൽ ഇത്തരം അഴിമതികൾ നടന്നിട്ടുണ്ട് എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. ആ ആക്ഷേപങ്ങൾ കൃത്യമായ അന്വേഷണം നടക്കണമെന്ന ഒരു ഉത്തരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നു. അതിനുശേഷം ഈ ഉദ്യോഗസ്ഥന് മറ്റ് ആക്ഷേപങ്ങളിൽ അന്വേഷണം നടക്കാത്ത സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥനെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിചിത്രവാദമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. സാമ്പത്തിക തിരിമറി നടത്തി സസ്പെൻഷനായി, പിന്നീട് 50 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയെന്ന് തന്നെ കണ്ടെത്തുന്നത് ദേവസ്വം ബോർഡിന്റെ തന്നെ ഓഡിറ്റ് വിഭാഗമാണ്. ഈ ഓഡിറ്റ് നടത്തുന്ന സമയത്താണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള ഇടപെടലുകളിൽ അല്ലെങ്കിൽ ഇടപാടുകളിൽ ക്രമക്കേട് ഈ ഉദ്യോഗസ്ഥൻ നടത്തി എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ആര്യൻകാവ് ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ AV വിജേഷ് ആണ് ഇത്തരത്തിലുള്ള അഴിമതി നടത്തി അല്ലെങ്കിൽ അത് കൃത്യമായി ഓഡിറ്റിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഓഡിറ്റിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ നിലവിൽ ദേവസ്വം ബോർഡിന്റെ വിചിത്രവാദം മറ്റു സ്ഥലങ്ങളിൽ ഇദ്ദേഹം ജോലി ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനും ഈ ഓഡിറ്റിൽ ഇത്തരത്തിലുള്ള കൃത്രിമങ്ങൾ നടത്തി എന്ന് സംബന്ധിച്ച് ഓഡിറ്റിൽ കൃത്യമായ അഴിമതി നടന്നു എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ മറ്റു സ്ഥലങ്ങളിലും ഈ ഇദ്ദേഹം നടത്തിയ ഇടപാടുകൾ അല്ലെങ്കിൽ കരാറുകൾ സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കണം, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് തന്നെ പറയുന്നു. പിന്നീട് ദേവസ്വം ബോർഡ് തന്നെ ഈ അന്വേഷണത്തിൽ കൃത്യമായ പുരോഗതിയില്ല, തുടരന്വേഷണം നടക്കുന്നില്ല, ഈ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നു എന്നെ സംബന്ധിച്ചുള്ള ഒരു വിചിത്രവാദം തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ എന്താണ് ദേവസ്വം ബോർഡ് ഉദ്ദേശിക്കുന്നത് എന്ന് സംബന്ധിച്ച ഒരു വ്യക്തത ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുത്ത് വീണ്ടും ജോലിയിൽ പ്രവേശിപ്പിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ആ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ മറ്റ് ബോർഡ് അംഗങ്ങളോ ഇതുവരെയും പ്രതികരിക്കാനും തയ്യാറാകാത്ത സാഹചര്യമാണ്. സർക്കാരിന്റെയും ബോർഡിന്റെയും സംരക്ഷണം തന്നെയാണ് ഇത്തരത്തിൽ 50 ലക്ഷം രൂപയുടെ അഴിമതി നടത്തിയ ഒരു ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കുന്നത്. ഈ അഴിമതി എന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഓഡിറ്റ് വിഭാഗമാണ്. അത്തരത്തിൽ ഇദ്ദേഹം നടത്തിയ ഇടപാടുകളിൽ ക്രമക്കേടുണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അഴിമതിക്കാരനെ ദേവസ്വം ബോർഡ് സംരക്ഷിക്കുന്നു എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
വിനേഷ്, അതായത് ഇപ്പോൾ ഇയാൾ ജോലി ചെയ്ത മറ്റിടങ്ങളിലെ ഓഡിറ്റിന് കാലതാമസം ഉണ്ടാകുന്നു എന്ന കാരണത്താലാണല്ലോ തിരിച്ചെടുത്തത്. അതായത് മറ്റിടങ്ങളിലെ കാലതാമസം എന്തെങ്കിലും ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണോ? ഇനി അതല്ല, അവിടെ കൂടി ഓഡിറ്റിംഗ് നടന്നാൽ വിജേഷിനത് തിരിച്ചടിയാകും എന്ന തോന്നലാണോ? ഇനി ഈ വിചിത്രവാദം ആ നിലയ്ക്ക് എല്ലായിടത്തും ഓഡിറ്റ് നടന്നാൽ വലിയ തിരിച്ചടിയാകുമോ? തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇദ്ദേഹത്തിന് ദേവസ്വം ബോർഡിലെ തന്നെ ഒരു ഭാഗം ബോർഡ് അംഗങ്ങൾ സംരക്ഷണം ഒരുക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇദ്ദേഹം നടത്തിയ ഇടപാടുകൾ അല്ലെങ്കിൽ മറ്റു കരാറുകൾ നടത്തിയത് ദേവസ്വം ബോർഡിലെ പർച്ചേസുകൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുമ്പോൾ അദ്ദേഹം ഒരു സ്ഥലത്തിരുന്ന് നടത്തിയ ഒരു ഓഡിറ്റാണ് നടന്നത്. ആ ഓഡിറ്റിലാണ് ഇത്തരത്തിൽ 50 ലക്ഷം രൂപയുടെ ക്രമക്കേട് കണ്ടെത്തിയത്. മറ്റു സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിനെതിരെ നിലവിൽ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാർ തന്നെ ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ AV വിജേഷിനെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാൻ സർക്കാർ മടിക്കുന്നു, ദേവസ്വം ബോർഡ് ഭരിക്കുന്നു എന്നതാണ്. ഈയൊരു മറ്റു സ്ഥലങ്ങളിലെ അന്വേഷണം, ആക്ഷേപങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലെ അന്വേഷണത്തിൽ നടത്താത്തതിന് പിന്നിൽ ഇദ്ദേഹത്തെ സംരക്ഷിക്കാനാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഈ ദേവസ്വം ബോർഡിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിന്റെ ഭാഗമാണ് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി വിനേഷ്, ഈ വിജേഷ് എന്ന് വിളിച്ചത് ഈ തിരുമലക്കാരൻ്റെ പേര് വിജേഷാണ്, അത് ഒരു കൺഫ്യൂഷനായി വിളിച്ചു പോയതാണ് വിനേഷ്. ശരി, ഏതായാലും ഒരു തിരുമറിക്കാരനെ വല്ലാതെ ചേർത്ത് പിടിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിവരങ്ങൾ നൽകുകയായിരുന്നു വിനേഷ്. കോഴിക്കോട്ടെ വസ്ത്രവ്യാപാരശാലയ്ക്ക് തീപിടിച്ചതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഫയർഫോഴ്സിൻ്റെ പരിശോധന ഇന്ന് നടക്കും. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചെങ്കിലും തീപിടുത്തത്തിൻ്റെ കാരണം വ്യക്തമല്ല. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തി റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. അതേസമയം തീയണയ്ക്കൽ ദൗത്യം മണിക്കൂറുകൾ നീണ്ടുപോയ സാഹചര്യവും ചർച്ചയായി. കോഴിക്കോട് മേയർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ആക്സസ് ഇല്ലാതെ പോയത്. ഇത് കയറാൻ പറ്റില്ല. അത് ഞാൻ പരിശോധിച്ചിട്ട് പറയാം. അനുമതിയോട് കൂടിയാണോ എന്നത് ഇന്നത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് ഒറ്റ കാര്യം, അതായത് ഇവിടുന്ന് നേരെ മേളിലോട്ട് നോക്കിയാൽ ഇതൊരു ഷെയ്ഡാണ്. ആ ഷെയ്ഡ് പോലും അടച്ചു കെട്ടി അത് അവർക്ക് അനുമതി കൊടുത്തതല്ല. അത് ഇതൊരു ഷെയ്ഡാണ്, ഇതൊരു നടവഴിയാണ്, ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള ഒരു നടവഴിയാണ്, വരാന്തയാണ്. ആ വരാന്ത പോലും കെട്ടിയടച്ച് ഷീറ്റ് ഇട്ടിട്ട് അത് അവർ AC ആക്കി അവരുടെ ഗോഡൌൺ ആക്കി പ്രവർത്തിക്കുന്നു. ഇത് കോർപ്പറേഷൻ കണ്ടില്ലേ, അതോ കോർപ്പറേഷന്റെ അനുമതിയോടുകൂടി ചെയ്യുന്നതാണ്? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ആയതാണ്. ഞങ്ങൾ വന്ന ശേഷം ഇങ്ങനെ അനുമതി കൊടുത്തായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും അത് പരിശോധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉദ്യോഗസ്ഥലത്തിൽ ഒരു മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അവരോട് കൂടി ചോദിച്ചിട്ട് എന്താണ് ഇതിന്റെ കാരണം എന്ന് അറിഞ്ഞ ശേഷമേ എനിക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാനായിട്ട്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടമാണ്, സ്വാഭാവികമായും കോർപ്പറേഷന് വലിയ ഉത്തരവാദിത്തമുണ്ട്. എന്താണ് അടിയന്തരമായി കോർപ്പറേഷൻ ചെയ്യാൻ പോകുന്നത്? അടിയന്തരമായിട്ട് നന്നാക്കുക എന്നല്ലാതെ നമ്മുടെ മുമ്പിൽ മറ്റൊന്നും ഇല്ലല്ലോ ഈ കാര്യങ്ങളിൽ. ഇതിപ്പോൾ ഈ കോലത്തിലായി നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കെട്ടിടമാണ്, നമുക്കത് ഇതേ രീതിയിൽ ഇടാൻ സാധിക്കില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മുൻപായിട്ട് ഇവിടെ തെളിവെടുപ്പും പഠനങ്ങളും ഒക്കെ നടന്ന ശേഷമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ഫയർ ഓഡിറ്റിംഗ് ചെയ്യണം തീർച്ചയായിട്ടും. എല്ലാ കെട്ടിടത്തിലും ഫയർ ഓഡിറ്റിംഗ് ചെയ്യാനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സംഭവം. പ്രത്യക്ഷത്തിൽ ഇതുപോലൊക്കെ നടന്നിട്ടും കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരോ ആരും കണ്ടില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇങ്ങനെ ഒരു സാധനം ഈ ഷെയ്ഡ് ഒക്കെ കെട്ടിമറിച്ച് ഇതുപോലെ പൂർണ്ണമായിട്ടും കെട്ടി അടച്ചിട്ട് കോർപ്പറേഷന്റെ ആൾക്കാർ ഇതുവരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല. ഇത് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം അതാണ്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്ന് മീറ്റിംഗ് വിളിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കാര്യങ്ങൾ ചോദിച്ച ശേഷം എനിക്ക് പറയാൻ പറ്റും. ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ട് എന്നുള്ള പ്രകടനമല്ലേ? കാരണം ഈ കെട്ടിടം കണ്ടാൽ അറിയാലോ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ചയുണ്ടായി. അല്ല, അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു വീഴ്ച ഇങ്ങനെ നിങ്ങൾ പറഞ്ഞതുപോലെ ക്ലിയറിംഗ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം അന്വേഷിക്കണം. തീർച്ചയായിട്ടും. അതുകൊണ്ട് അങ്ങനെ പാഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പാഴ്ച പറ്റി എന്ന് പറയുമെന്നല്ലാതെ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഇതിന്റെ കാര്യങ്ങൾ എല്ലാവരോടും അന്വേഷിക്കാതെ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൗൺസിലല്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി, നമ്മളൊരു മന്ത്രിസഭ പോലെ എല്ലാ ചെയർപേഴ്സൺസും അതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സും
ചേർന്നുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും. അതിനുശേഷം അന്വേഷിച്ച ശേഷമേ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട്. ഓഡിറ്റിങ്ങിനൊപ്പം തന്നെ ഈ കെട്ടിടത്തിലുള്ള അനധികൃതമായ നിർമ്മാണങ്ങൾ അതുകൂടി പരിശോധിക്കണം. അല്ല, ഇത് നമ്മൾ കോഴിക്കോട് പല സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ അത് നമ്മൾ നീക്കി ഇങ്ങോട്ട് പോരുമ്പോഴേക്കും അത് വീണ്ടും ചെയ്യാൻ അവർക്ക് കൂടിയുള്ള ഒരു മുന്നറിയിപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ചെറിയൊരു കാര്യത്തിന് വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ വിപത്തിലേക്ക് നയിക്കും എന്നതിന് പ്രത്യക്ഷ ഉദാഹരണമാണിത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും എല്ലാ ഷോപ്പുകാരെയും വിളിച്ചുകൂട്ടി അവരുടെ മുമ്പിലും ഇതുപോലെ ഈ ചർച്ച വെച്ചുകൊണ്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക, ഫയർ എക്സ്റ്റിങ്വിഷേഴ്സ് ചെറിയ ഷോപ്പുകളിൽ വെക്കുന്ന കാര്യം, ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ചർച്ച ചെയ്യുകയും അത് നടപ്പിലാക്കുന്നു എന്നുള്ള ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം. ദുരന്തത്തിൽ നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ എല്ലാ കടകളിലും ഇതുപോലെ അനധികൃതമായി കെട്ടിയടച്ചിട്ടുള്ളത് ഒഴിവാക്കുമെന്ന് അന്ന് പറഞ്ഞതാണ്. മിഠായി തെരുവിൽ അതുപോലെ അന്ന് മുഴുവൻ സ്ഥലങ്ങളിലും പോയി പരിശോധന. പക്ഷേ ഇപ്പോഴവിടെ കയറി നോക്കിയാലും ചെറിയ സ്പേസ് പോലും അവർ കെട്ടിയടച്ച് അവരുടെ കച്ചവട സ്ഥാപനമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ തീരുമാനമെടുക്കും, പക്ഷെ പിന്നീടൊന്നും നടക്കാറില്ല. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമുക്ക് നോക്കാം, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാര്യം ഇതിൽ നടപടി ഉണ്ടാവും. അതായത് ഈ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി എന്നുള്ളത് പ്രകടമാണ്. ഇന്നലെ 5 മണിക്കൂർ ഞങ്ങളെല്ലാം നോക്കി നിന്നതാണ്. കാരണം ഫയർ സംവിധാനം മൊത്തം വന്നു, എയർപോർട്ട് അതോറിറ്റിയിൽ വന്നു, പക്ഷേ വെള്ളം ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുന്നില്ല, കാരണം കൺസീൽഡ് ആയിരുന്നു. എന്ന് മാത്രമല്ല മുകളിലേക്ക് കയറാൻ പറ്റുന്നില്ല, അത്തരം അവസ്ഥയായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായി, നടപടി ഉണ്ടാവും. ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവുമല്ലോ, ഉണ്ടാവണമല്ലോ. ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് കൊടുക്കാൻ പറ്റുമോ? അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിന്റെ വാസ്തവം. ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർ ചെയ്തിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളത്. അനഘ ഒപ്പം ചേരുന്നുണ്ട്. അനഘ, ഇതിപ്പോൾ ഉണ്ടാകുമല്ലോ, ഉണ്ടാകണമല്ലോ, ഉണ്ടായി കാണുമല്ലോ. അതായത് മേയർ നന്നായി ഉരുണ്ട് കളിക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഈ പറഞ്ഞ അതായത് പ്രത്യക്ഷത്തിൽ ഈ കെട്ടിടം ഏച്ചുകൂട്ടിയതാണ് കോർപ്പറേഷന്റെ, അല്ലെങ്കിൽ ഒരു കെട്ടിട പരിപാലന ചട്ടവും പാലിക്കാതെ അനധികൃതമായി കെട്ടിയതാണ് എന്നൊരൊറ്റ നോട്ടത്തിൽ നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നതാണ്. അത് മേയർ അടക്കം എല്ലാവർക്കും കൃത്യമായി ബോധ്യമുള്ളതുമാണ്. പക്ഷെ അപ്പോൾ പോലും കൃത്യമായ ഒരു വീഴ്ച സംഭവിച്ചു എന്ന് പറയാൻ മേയർ തയ്യാറാകുന്നില്ല എന്നതാണ് വാസ്തവം. പരിശോധിക്കാം, നടപടി ഉണ്ടാകും, ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന് നോക്കാം എന്നത് മാത്രമാണ് മേയർ ഇപ്പോഴും ഈ നിമിഷവും പറയുന്നത് എന്നതാണ് കൃഷ്ണരാജ്. ഇന്നലെ നമ്മളടക്കം 5 മണിക്കൂറാണ് നഗരമധ്യത്തിലെ ഈ കെട്ടിടം ഒന്നാകെ നിന്ന് കത്തിയത്. മാത്രമല്ല ആ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നത് ഈ തകര ഷീറ്റിനുള്ളിലൂടെ അകത്തേക്ക് വെള്ളം എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതാണ് ഈ ഇത്രയധികം മണിക്കൂറുകൾ നീണ്ട് തീ കത്താനുള്ളൊരു സാഹചര്യത്തിലേക്ക് നീങ്ങിയത്. അപ്പം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കെട്ടിടത്തിൽ അനധികൃതമായി ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടലുകൾ ഉണ്ടായി എന്നതുകൊണ്ട് മാത്രമാണ്. പക്ഷേ നമുക്കറിയാം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്, നഗരമധ്യത്തിലാണ്, നഗര ഹൃദയത്തിലാണ്. ഇവിടെ ഇത്തരത്തിലൊരു കെട്ടിടം അനധികൃതമായി ഈ രീതിയിൽ ഒരു കെട്ടിടത്തിൽ ഇത്തരത്തിലുള്ള ഏച്ചുകെട്ടലുകളൊക്കെ ഉണ്ടാകുമ്പോൾ അത് കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റാരോ തന്നെ കണ്ടില്ല എന്ന് പറയുന്നതിൽ ഒരു വാസ്തവമില്ല. അതായത് കോർപ്പറേഷന്റെ കൃത്യമായ അനുമതി അല്ലെങ്കിൽ അവർ പറയുന്നതനുസരിച്ചാണ് ഇത്തരത്തിലൊരു കാര്യം നടന്നിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല കൃഷ്ണരാജ്. മാത്രമല്ല ഇന്നലെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത് ബ്ലൂ പ്രിന്റ്, കൃത്യമായി ഈ കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് കോർപ്പറേഷന്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നതാണ്. പക്ഷെ അതിൽ ആ ചോദ്യത്തിന് മേയർ കൃത്യമായ ഒരു ഉത്തരവും നൽകിയിട്ടില്ല എന്നതാണ് വാസ്തവം. എന്തായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും ഇന്നലെ കത്തിയ അമർന്ന ആ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ കെട്ടിടത്തിന് താഴെ ഇതൊരു മെഡിക്കൽ ഷോപ്പാണ്, അതിന് മേലെയാണ് വസ്ത്ര വ്യാപാര ഗോഡൗൺ. ആ ഗോഡൗൺ ആണ് മുഴുവനായും കത്തി നശിച്ചിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഈ ഗോഡൗണിൽ നടക്കാനുള്ള വഴി പോലും ഇത്തരത്തിൽ തകര ഷീറ്റ് ഉപയോഗിച്ച് കെട്ടി അടച്ചിട്ടുണ്ട് എന്നതാണ്. എന്തായാലും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും 2006 മിഠായി തെരുവിൽ ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം ഉണ്ടായതാണ്. കോഴിക്കോട് ഒന്നാകെ ഞെട്ടിയൊരു സംഭവം ഉണ്ടായതാണ്. പല ജീവനക്കാർക്കും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സംഭവം അന്നുണ്ടായിരുന്നു. അന്നും പറഞ്ഞത് കൃത്യമായ അന്വേഷണം നടത്തും, ഇത്തരത്തിൽ അനധികൃതമായ കെട്ടിടങ്ങൾ ഉണ്ടാകുമ്പോൾ പരിശോധിക്കും എന്ന് മാത്രമാണ്. ആ പരിശോധന കൃത്യമായി നടന്നോ എന്നതിന്റെ ഉത്തരമാണ് വീണ്ടും 2025 ഇന്നലെയും ഈ സംഭവിച്ച ഈ നഗരമധ്യത്തിലെ ഈ കെട്ടിടം നിന്ന് കത്തിയത് 5 മണിക്കൂറാണ്. 1ഉം 2ഉമല്ല, 5 മണിക്കൂർ. നഗരത്തിലെ മുഴുവൻ ഫയർഫോഴ്സ് യൂണിറ്റുകളും ഈ പ്രദേശത്തേക്ക് ഇവിടേക്ക് എത്തി. മാത്രമല്ല കരിപ്പൂരിൽ നിന്നും
ഉള്ള ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ എല്ലാം കഴിഞ്ഞ 5.5 മണിക്കൂർ ഈ പ്രദേശം ഒന്നാകെ നിന്ന് കത്തി. നഗരം വലിയ ആശങ്കയിലൂടെയാണ് ഇന്നലെ ആ സമയമൊക്കെ തന്നെ കടന്നുപോയത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്താനുള്ള കാരണം കോർപ്പറേഷന്റെ ഭാഗത്തു നിന്ന് വന്ന ഗുരുതര വീഴ്ചയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കെട്ടിട നിർമ്മാണ പരിപാലന ചട്ടത്തിൽ ഒന്നുപോലും ഇവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടവും പാലിച്ചിട്ടില്ല എന്നതാണ്. കോർപ്പറേഷന്റെ മൂക്കിന്റെ തുമ്പിലുള്ള സ്ഥലമാണ്, പുതിയ ബസ് സ്റ്റാൻഡ് പരിസരമാണ്. കൃത്യമായി ഏതൊരു ഉദ്യോഗസ്ഥനും ഇവിടെ എത്തിയാൽ കൃത്യമായി അവരുടെ ശ്രദ്ധയിൽ പെടേണ്ടതാണ്. പക്ഷേ ഇത് മനഃപൂർവ്വം അത് ശ്രദ്ധിക്കാതെ പോയതാണ് എന്ന് കൃത്യമാണ്. ഒരു ബോട്ട് അപകടം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരിടത്ത് തീ പിടിക്കുമ്പോൾ ഒക്കെയും നമുക്ക് ബോധ്യമാകുന്നത് അവിടെ കാര്യമായ പരിശോധനകളില്ലാതെ അനുമതി കൊടുത്തെന്നോ അവർക്ക് ലൈസൻസ് ഇല്ലെന്നോ പ്രവർത്തനാനുമതി ഇല്ലെന്നോ ചട്ടങ്ങളൊന്നും പാലിക്കുന്നില്ലെന്നോ ഒക്കെയാണ്. അതായത് 100 ഒരെണ്ണത്തിൽ സംഭവിക്കുമ്പോൾ പോലും അങ്ങനെ ബോധ്യപ്പെടുന്നുവെങ്കിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? അതായത് പല സ്ഥാപനങ്ങൾക്കും അനുമതി ഉണ്ടാകണമെന്നില്ല, ചട്ടങ്ങൾ ലംഘിച്ചാകും പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ബോധ്യപ്പെടുന്നതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമല്ലേ ഇപ്പോൾ കോഴിക്കോട് സംഭവിച്ചത്? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ടും ഈ പ്രദേശത്തെ കടകളൊക്കെ അടഞ്ഞു കിടക്കുന്നത് കൊണ്ടും മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത്. അല്ലെങ്കിൽ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന്റെ ശൈലി വരെ മാറിയേനെ. കാരണം വലിയൊരു അപകടം, പലർക്കും ജീവൻ നഷ്ടമാകുന്ന വലിയൊരു സാഹചര്യം പോലും ഇവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഈ പ്രദേശത്തെ പകുതിയിലധികം കടകളും അടഞ്ഞു കിടക്കുകയായിരുന്നു. ആളുകളൊന്നും തന്നെ ഈ പ്രദേശത്തേക്ക് അധികം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പൊള്ളൽ പോലും ആർക്കും ഏറ്റിട്ടില്ല എന്ന ആശ്വാസകരമായ വാർത്ത ഈ വലിയ തീപിടുത്തത്തിനിടയിലും നമുക്ക് പറയാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ കെട്ടിടം മാത്രമല്ല, നഗരത്തിലെ നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് തന്നെ ദൃശ്യമാകുന്നതാണ്, നഗരത്തിലെ പല കെട്ടിടങ്ങളിലും ഇത്തരത്തിൽ കോർപ്പറേഷന്റെ അനുമതി ഇല്ലാതെ ഏച്ചുകെട്ടി, അതായത് ആ കെട്ടിടത്തിനോട് ഒരു ചട്ടവും പാലിക്കാതെ ഏച്ചുകെട്ടി പണിയുന്നൊരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് തന്നെ പല കെട്ടിടങ്ങളും നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകും. അത് കോർപ്പറേഷന്റെ അനുമതി കോർപ്പറേഷൻ നൽകിയിട്ടില്ല എന്ന് മേയർ പറയുമ്പോൾ പോലും കൃത്യമായി അവർക്ക് പരിശോധന നടത്തുമ്പോൾ അത് കൃത്യമായി മനസ്സിലാകേണ്ടതാണ്. അത് പരിശോധിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ട്. ആ ഉദ്യോഗസ്ഥരൊക്കെ അനുമതി നൽകിയിട്ടില്ലെന്ന് മേയർ പറയുന്നു. അതായത് അത് പരിശോധിക്കപ്പെടുന്നില്ല എന്നുകൂടിയല്ല മനസ്സിലാക്കേണ്ടത്. അതായത് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥരുണ്ട്. അവർ അവരുടെ പണിയെടുക്കുന്നില്ല എന്ന് കൂടിയല്ലേ മേയർ പറയാതെ പറയുന്നത്? തീർച്ചയായും. അതായത് ഇത് ഇങ്ങനെ അനുമതിയില്ലാതെ ഇവർ ഇത്തരത്തിലൊരു ഏച്ചുകെട്ടലുകൾ അല്ലെങ്കിൽ കെട്ടിടത്തിനോട് ചേർന്ന് മറ്റ് നിർമ്മിതികൾ നിർമ്മിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കട്ടെ എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. അതായത് കൃത്യമായി അങ്ങനെ നിരവധി കെട്ടിടങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് കൃത്യമാണ്. പക്ഷെ അത് പരിശോധിക്കേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ പണി എടുക്കുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെ അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്തിരുന്നെങ്കിൽ ഇന്നലെ ഈ ബഹുനില കെട്ടിടം ഈ രീതിയിൽ ചാമ്പലാകും ആയിരുന്നില്ല എന്നതാണ് വാസ്തവം. കാരണം അങ്ങനെ ഒരു ചട്ടവും പാലിക്കാതെ പണിതത് കൊണ്ട് മാത്രമാണ് ഒരു പ്രദേശം ഒന്നാകെ നിന്ന് കത്തിയത്. 5 മണിക്കൂറാണ് നമ്മുടെ വിവിധ ഇടങ്ങളിലുള്ള ഫയർഫോഴ്സ് എത്തി ഈ കെട്ടിടത്തിനകത്തേക്ക് വന്ന് വെള്ളം പമ്പ് ചെയ്യുന്നു. അങ്ങനെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് നമുക്ക് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ ഉയരുന്നൊരു പ്രധാന ആരോപണം തീ നിയന്ത്രണ വിധേയമാക്കിയതല്ല, തീ പിടിച്ചു, തീ കത്തി, എല്ലാം കത്തി നശിച്ചു, ഒടുവിൽ തീ അണഞ്ഞു. ഇതാണ് ഉയരുന്ന പ്രധാന മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു ആരോപണം. സത്യത്തിൽ അങ്ങനെയും പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 5 മണിക്കൂറാണ് ഇന്നലെ ഈ പ്രദേശത്ത് തീ ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഇവിടെ ഉണ്ടായിരുന്ന തകര ഷീറ്റുകളും ഇരുമ്പ് കമ്പികളും, അതായത് ഈ കെട്ടിടത്തിനോട് ചേർന്ന് ഏച്ചു കെട്ടിയിരിക്കുന്ന മറ്റ് സാധനങ്ങളൊക്കെ തന്നെയാണ് ഈ പരിസരത്തേക്ക് വീണ് കിടക്കുന്നത്. ഇന്നലെ ഏറ്റവും ഒടുവിൽ ഉള്ളിൽ തീ പടരുന്നത് തടയാൻ കഴിയാതെ വന്നപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ചേർന്ന് JCB ഈ ഭാഗത്തേക്ക് എത്തുകയും
JCB ഉപയോഗിച്ചാണ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഗ്ലാസും ഈ ഇത്തരത്തിലുള്ള തകര ഷീറ്റും ഒക്കെ തന്നെ തകർത്ത് ഇതിനുള്ളിലേക്ക് വെള്ളം പമ്പ് ചെയ്തു. ആ ഘട്ടത്തിൽ മാത്രമാണ് തീ കൃത്യമായി അണയ്ക്കാൻ സാധിച്ചിരിക്കുന്നത്. പലപ്പോഴും ഈ കെട്ടിടത്തിനുള്ളിലൊക്കെ തന്നെ AC ഉണ്ടാകും. ആ AC പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ തകര ഷീറ്റും മറ്റുമൊക്കെ ഉപയോഗിച്ച് ഈ രീതിയിൽ കെട്ടി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു അപകടം, ഈ ഒരു തീ അണയ്ക്കാൻ ഇത്രയധികം കാലതാമസം അല്ലെങ്കിൽ ഇത്രയധികം മണിക്കൂറുകൾ സമയം എടുക്കേണ്ടി വന്നിരിക്കുന്നത്. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ആർക്കാണ് വീഴ്ച സംഭവിച്ചത്, അത് കൃത്യമായി പരിശോധിച്ച് എടുക്കുമെന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. ശരി, ഏതായാലും കോഴിക്കോട് കോർപ്പറേഷൻ കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷന് ഗുരുതര വീഴ്ച ഉണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കോർപ്പറേഷനിൽ നിന്ന് കെട്ടിടത്തിന്റെ ബ്ലൂ പ്രിന്റ് ഫയർഫോഴ്സിന് കിട്ടിയില്ല. കെട്ടിടത്തിന് മുകളിലുണ്ടായിരുന്ന കടകൾ തകര ഷീറ്റ് കൊണ്ട് മറച്ച അവസ്ഥയിലാണ്, അതായത് അധികം നിർമ്മാണം നടത്തിയിരിക്കുന്നു. കെട്ടിടങ്ങൾ പലതും പ്രവർത്തിച്ച് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ. ജില്ലാ ഫയർ ഓഫീസറുടെ നേതൃത്വത്തിൽ വിദഗ്ധ സംഘം ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തുന്നുണ്ട്. അതായത് നഗരത്തിൽ ആവശ്യത്തിന് ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇല്ല എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ആകെ അനാസ്ഥയാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട് ഇന്നലത്തെ തീപിടുത്തം. മറ്റൊന്ന്, ഈ തീപിടിച്ച വസ്ത്ര ഗോഡൗണിൻ്റെ താഴെ പ്രവർത്തിക്കുന്നത് ഒരു മെഡിക്കൽ സ്റ്റോറാണ്. അത് കത്തിയിട്ടില്ലെങ്കിൽ പോലും ആ മരുന്ന് കൊണ്ട് ഇനി ഗുണമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം കൃത്യമായ അളവിൽ തണുപ്പോ ഒക്കെ കിട്ടേണ്ട മരുന്നുകൾ അവിടെ ഉണ്ടാകും. അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുമാണ്. അതുകൊണ്ട് തന്നെ ആകപ്പാട് അനാസ്ഥയാണ് നടന്നത് എന്നത് വ്യക്തമാകുന്നുണ്ട്. ഇന്നലെ നടന്ന തീപിടുത്തത്തിൻ്റെ ബാക്കി പത്രം അതാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘഹർഷൻ. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ രണ്ടാമത്തെ കടമെടുപ്പ് നാളെ. 2000 കോടി കൂടി കടമെടുക്കുന്നത് വാർഷികാഘോഷ ധൂർത്ത് തുടരുന്നതിനിടെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെൻറ്റ് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത് 6 ലക്ഷം കോടിയുടെ കടക്കെണിയിലേക്കാണ്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, കടത്തിൽ നിന്ന് കടത്തിലേക്ക് കേരള സർക്കാർ തന്നെ ഒരു കടം കഥയായി മാറുന്നു. കൃഷ്ണരാജ്, കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കടമെടുപ്പൊക്കെ അവർക്ക് നിസ്സാരമാണ്. പക്ഷേ സംസ്ഥാന സർക്കാർ എത്രമാത്രം ധൂർത്ത് നടത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാതെ നിൽക്കുകയാണ് മലയാളിയുടെ മുമ്പിൽ. കാരണം 4ാം വാർഷികാഘോഷം, അതായത് 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷം സംസ്ഥാനത്ത് വിപുലമായ രീതിയിലാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നടത്തുന്നത് ഏത് പണമെടുത്താണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള കടമെടുത്താണ് എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് സംശയമുള്ളത്. കാരണം സംസ്ഥാനത്ത് പരസ്യങ്ങൾ നിർമ്മിക്കുന്നതിലേക്ക് വേണ്ടി, ഫ്ലെക്സ് ബോർഡുകൾ വെക്കുന്നതിലേക്ക് വേണ്ടി, മറ്റു കലാപരിപാടികൾ നടത്തുന്നതിലേക്ക് വേണ്ടി, പ്രമോഷൻ പരിപാടിക്ക് PR വർക്കിന് വേണ്ടി നടത്തുന്നത് തന്നെ ലക്ഷങ്ങളുടെയും കോടികളുടെയും ഒക്കെ തന്നെ തുക ചെലവിലാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഈ ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് മറുവശത്ത് ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചുള്ള സമരം നടക്കുന്നുണ്ട്. അങ്കണവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും സമരം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് KSRTC ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ തന്നെ നിസ്സഹായ അവസ്ഥയോട് അവർ നോക്കി നിൽക്കുന്ന ഒരു സ്ഥിതിയും കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് സംസ്ഥാനം വീണ്ടും 2000 കോടി രൂപ കൂടി നാളെ കടമെടുക്കാൻ പോകുന്നത്. ലോകബാങ്കിൽ നിന്നാണ് 2000 കോടി രൂപ കൂടി കടമെടുക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ, അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ തന്നെ കേന്ദ്രം കടമെടുപ്പ് ആയി നൽകിയത് തന്നെ 37,512 കോടി രൂപയാണ് സംസ്ഥാനത്തിന് കടമെടുപ്പ് പരിധി വർദ്ധിപ്പിച്ചു നൽകിയത്. ഇത് 48,864 കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ കേരളം കടമെടുത്ത തുക എന്ന് തന്നെ പറയുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ 45,000 കോടി രൂപയോളമാണ് വീണ്ടും കടമെടുക്കുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണമാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏപ്രിൽ 29-നാണ് സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ കടമെടുത്തത്. ഇപ്പോൾ വീണ്ടും ഏപ്രിൽ കഴിഞ്ഞ് മെയ് മാസം അവസാനിക്കുന്നതോടുകൂടി തന്നെ വീണ്ടും 2000 കോടി രൂപയാണ് ഈ കടമെടുക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ പോകുന്നത് എന്നുള്ളതാണ് വിചിത്രമായി നമുക്ക് തോന്നുന്നത്. നമ്മൾ ആരോടെങ്കിലും ഒരു 2000 രൂപ വാങ്ങിക്കുന്നത് പോലെയാണ് സംസ്ഥാന സർക്കാർ 2000 കോടി രൂപ നിസ്സാരം പോലെ വാങ്ങിക്കുന്നു. അങ്ങനെ കടമെടുപ്പ് പരിധി വർദ്ധിച്ചതോടുകൂടി ഏകദേശം 6 ലക്ഷം കോടി രൂപയുടെ കടക്കണിയിലേക്ക് സംസ്ഥാന സർക്കാർ പോയി കഴിഞ്ഞു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംസ്ഥാന സർക്കാർ നാളെ വീണ്ടും ലോകബാങ്കിൽ നിന്നും 2000 കോടി രൂപ കടമെടുക്കാൻ പോവുകയാണ്. കൃഷ്ണരാജ്, അതായത് ഈ വാർഷികാഘോഷ ധൂർത്ത് നടക്കുമ്പോഴാണ് ഇതെടുക്കുന്നത് എന്നോർക്കണം. ഇതിനിപ്പോൾ പദ്ധതികൾക്ക് വേണ്ടി പോകുമോ അതോ വാർഷികാഘോഷത്തിന് മോടി പിടിപ്പിക്കാൻ പോകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം, അല്ലേ അഖിൽ?
ഈ കടമെടുക്കുന്ന പൈസ എടുത്ത് ആശാവർക്കർമാർക്ക് ഓണറിയാൻ വർദ്ധിപ്പിച്ചു നൽകുമോ, KSRTCക്കാർക്ക് പെൻഷൻ നൽകുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. അതോ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഫ്ലെക്സ് ബോർഡുകളും പ്രൊമോഷൻ വീഡിയോയും ഒക്കെ ആയി വരുമോ എന്നുള്ളതും നമുക്ക് അറിയണം. പരസ്പരം എന്ന രീതിയിലാണ് ആ തലക്കെട്ടോടു കൂടിയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള 4ാം വാർഷികാഘോഷം നടക്കുന്നത്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ് മുഖ്യമന്ത്രിയെ പ്രകീർത്തിപ്പിക്കുന്ന ചില IAS ഉദ്യോഗസ്ഥരുടെയൊക്കെ തന്നെ പാട്ടു ചെയ്യുന്ന പ്രൊമോ വീഡിയോ ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചില പ്രൈവറ്റ് സെക്രട്ടറിമാർ ജില്ലാ സെക്രട്ടറിയായി പോകുന്ന സമയത്ത് ഏതോ 2 മിനിറ്റ് വീഡിയോ ചെയ്യാൻ 34 ലക്ഷം 64 ലക്ഷം അങ്ങനെ ഒരു വാർത്തയും എവിടെയോ വായിച്ചു. അത് സ്വർണ്ണ ക്യാമറ കൊണ്ടാണ് കൃഷ്ണരാജ് ആ വീഡിയോ എടുത്തത്. അതുകൊണ്ടാണ് 34 ലക്ഷം രൂപയായത്. അങ്ങനെ നമ്മൾ നോർമൽ ക്യാമറ ഉപയോഗിച്ച് ഒരു 2 മിനിറ്റ് വീഡിയോ എടുക്കാൻ ഒരു മൊബൈലിൽ എടുത്താൽ പോലും ഇത്രയും ആകില്ലായിരുന്നു. പക്ഷെ ചെറിയ ആ പാട്ടുപാടിയ ആൾക്ക് സ്വർണ്ണ മൈക്കുണ്ടായിരുന്നു, സ്വർണ്ണത്തിലുണ്ട ക്യാമറ ഉപയോഗിച്ചാണ് ആ വീഡിയോ ചിത്രീകരിച്ചത്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് 37 ലക്ഷം രൂപയുടെ ഒരു പ്രൊമോ വീഡിയോ 2 ലക്ഷം രൂപ 2 മിനിറ്റുള്ള ഒരു പ്രൊമോ വീഡിയോ സംസ്ഥാന സർക്കാരിൻ്റെ വീഡിയോ പുറത്തേക്ക് വന്നത്. അത് കാണുന്ന എല്ലാവർക്കും അതിൽ നിന്നും സ്വർണ്ണ കോയിൻ കൂടി വരുമെന്നുള്ളൊരു ആക്ഷേപമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കടമെടുത്തായാലും മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ഈ കാണം വിറ്റും ഓണം ഉണ്ണണമെന്ന മലയാളികളുടെ ഒരു ചൊല്ലുണ്ട്. അതുപോലെയാണ് കടമെടുത്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ആഘോഷ പരിപാടികൾ ഗംഭീരമായി ഒരു മോഡിയിൽ തന്നെ പോകണമെന്നുള്ളതാണ്. എന്തായാലും സംസ്ഥാന സർക്കാർ കടമെടുത്തായാലും ആഘോഷ പരിപാടികളും അതുപോലെ തന്നെ വാർഷികാഘോഷവും ചില ആൾക്കാരുടെ പാട്ടും ഗാനമേളയും ഒക്കെ ആയി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. കൃഷ്ണരാജ്, ശരി, അവർ ആഘോഷിക്കട്ടെ. സാധാരണക്കാരൻ നയാ പൈസ ഇല്ലാതെ നട്ടം തിരിയുകയാണ്. നിങ്ങൾക്ക് കടമെങ്കിലും എടുക്കാനാകും, കടം വാങ്ങാനുള്ള അവസ്ഥ പോലും ഇല്ലാത്ത എത്രയോ പാവങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് സർക്കാർ ഓർത്താൽ നല്ലത്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ 2ാമത്തെ കടമെടുപ്പ് മഹോത്സവം നാളെയാണ്. 2000 കോടി കൂടി കടമെടുക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അഖിൽ പാലോട്ടുമഠം. റാപ്പർ വേടൻ്റെ പാട്ടുകൾ ജാതി ഭീകരവാദം പ്രചരിപ്പിക്കുന്നവയാണെന്ന പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കേസരി മുഖ്യപത്രാധിപർ ഡോക്ടർ NR മധു പറഞ്ഞത് കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും വേടൻ ജിഹാദികളുടെ ടൂളാണെന്നും NR മധു ജനം TV-യോട് പ്രതികരിച്ചു. റാപ്പർ വേടൻ എന്ന് പറയുന്ന കലാകാരൻ സത്യത്തിൽ അവരുടെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹത്തെ ഉപയോഗിച്ചുകൊണ്ട് കേരള സാമൂഹ്യ മണ്ഡലത്തിൽ കലാപത്തിൻ്റെ വിത്തുപാകാൻ കഴിയുമോ, വിഘടനവാദത്തിൻ്റെ വിത്തുപാകാൻ കഴിയുമോ എന്ന പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന അഭിപ്രായത്തിൽ ഇപ്പോൾ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. വിവരങ്ങളുമായി അനഘ ഹർഷനൊപ്പം ചേരുന്നു. അനഘ, പറഞ്ഞത് ആവർത്തിക്കുന്നു, അതായത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു NR മധു, അല്ലേ? കൃഷ്ണരാജ്, തീർച്ചയായും. അതായത് വേടൻ കേരളത്തിലെ സാമൂഹിക മണ്ഡലത്തിൽ ജാതി ഭീകരവാദം പടർത്തുന്നു എന്ന തന്റെ വാക്ക്, താൻ പറഞ്ഞ കാര്യം അതിൽ നിന്ന് തിരുത്തില്ല. കൃത്യമായി ബോധ്യത്തിന്റെയും വസ്തുതയുടെയും അടിസ്ഥാനത്തിലാണ് താൻ ഈ പരാമർശം നടത്തിയത് എന്ന് കേസരി മുഖ്യപത്രാധിപർ NR മധു പറയുകയാണ്. പറഞ്ഞ നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന് അദ്ദേഹം ഒരിക്കൽ കൂടി ഉറച്ചു പറയുകയാണ്. ഇനി കേസല്ല, ഇതിന്റെ പേരിൽ മറ്റെന്ത് വന്നാലും അത് തരണം ചെയ്യും. മാത്രമല്ല, ഈ കേരളത്തിലെ താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹത്തിന് വേണ്ടിയാണ് താൻ നിലകൊള്ളുന്നത്. ആ സമൂഹത്തിന് വിനാശകരമായ എന്താണോ ഉള്ളത് അത് കൃത്യമായി ഓരോ ഘട്ടത്തിലും താൻ പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് എന്നതാണ് ഈ NR മധു പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ജിഹാദികളുടെ ടൂളാണ് വേടൻ എന്നാണ്. അത് ഏതെങ്കിലും തരത്തിൽ കൃത്യമായ ബോധ്യത്തിന്റെയും, അതായത് കൃത്യമായ വസ്തുത നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത്. അതായത് 2000 ആ സമയത്തൊക്കെ തന്നെ വേടൻ ഈ കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ നാടൻ പാട്ടുകളൊക്കെ തന്നെ എഴുതുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് വേടൻ ഏറ്റവും അധികം കേരളത്തിന്റെ പൊതു സമൂഹത്തിലേക്ക് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലേക്ക് എത്തിയത്. മാത്രമല്ല, അന്ന് വേടന്റെ ഒപ്പം ഉണ്ടായിരുന്ന പലരെയും ഇപ്പോൾ കാണാനില്ല. അതിന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് വേടൻ ഈ പാലസ്തീനിന്റെ പതാക പുതച്ചതിൽ നിന്ന് തന്നെ അതിന്റെ കാര്യം കൃത്യവും വ്യക്തവുമാണ് എന്നാണ് NR മധു പറഞ്ഞിരിക്കുന്നത്. ഈ വേടൻ ജിഹാദികളുടെ ടൂളാണ് എന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ്. അതിന് കൃത്യമായ കാര്യങ്ങളുണ്ട്, വസ്തുതയുണ്ട്. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് താൻ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കൃത്യമായി ഈ വേടന് പുറകിൽ ഒരു വലിയ സംഘമുണ്ട്. ആ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം ഈ വേടനെ ഉപയോഗിച്ച് കേരള സാമൂഹിക മണ്ഡലത്തിൽ കലാപത്തിന്റെയും വിഘടനവാദ
തീവ്രവാദത്തിന്റെയും വിത്ത് പാകാൻ കഴിയുമോ എന്ന ശ്രമമാണ് ജിഹാദികൾ നടത്തുന്നത് എന്ന് കൂടിയാണ് NR മധു പറഞ്ഞിരിക്കുന്നത്. എന്തായാലും താൻ നിലകൊള്ളുന്ന ഒരു സമൂഹമുണ്ട്, ആ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ സമൂഹത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ അതിന് എന്ത് വന്നാലും താൻ തുറന്നു പറയും, തുറന്നെഴുതും എന്നൊരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ് കൃഷ്ണരാജ്. NR മധു. ശരി, നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കേസരി മുഖ്യ പത്രാധിപർ NR മധു. വിവരങ്ങൾ നൽകുകയായിരുന്നു അനഘ. അമേരിക്കയിലെ പ്രമുഖ നൃത്തോത്സവമായ ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ഡെൻവറിൽ നടന്നു. ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണി 25ാമത് നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. ഭാരതത്തിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ പരിപാടിക്ക് നിരവധി പേരാണ് സാക്ഷിയായത്. അമേരിക്കയിലെ ഏറ്റവും പ്രമുഖ നൃത്തോത്സവമായ ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവൽ ഡെൻവറിൽ അരങ്ങേറി. കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോയുടെ നേതൃത്വത്തിൽ നടന്ന 25ാമത് നൃത്തോത്സവം ഡെൻവർ ഷെറോക്കി ട്രയൽ ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രമുഖ നടിയും നർത്തകിയുമായ ശ്രീമതി ദിവ്യ ഉണ്ണി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ദിവ്യ ഉണ്ണിയുടെ നൃത്തവും സദസ്സിന് ആനന്ദമേകി. ഭാരതത്തിന്റെ കലാസാംസ്കാരിക പൈതൃകം വിളിച്ചോതിയ നൃത്തോത്സവത്തിൽ കൊളറാഡോ സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തുനിന്നുമുള്ള നൂറുകണക്കിന് ഭാരതീയരും അമേരിക്കക്കാരും മറ്റു വിദേശീയരുമായ നൃത്താസ്വാദകർക്ക് യഥാർത്ഥത്തിൽ ദൃശ്യവിസ്മയമേകി. 300-ലേറെ നർത്തകർ മാറ്റുരച്ച ഇതിഹാസ എന്ന് പേരിട്ടിരുന്ന നൃത്തോത്സവത്തിൽ ഭാരതത്തിന്റെ ചിരപുരാതനമായ ഇതിഹാസങ്ങളിൽ തുടങ്ങി ഈ അടുത്ത കാലത്ത് ഭാരതത്തിന്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ ഓപ്പറേഷൻ സിന്ദൂർ വരെ നൃത്താവിഷ്കാരങ്ങളായി കാണികളെ വിസ്മയിപ്പിച്ചു. കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോയുടെ ഈ വർഷത്തെ പ്രസിഡൻ്റാണ്. നമ്മൾ ഈ വർഷം ഞങ്ങളുടെ ഫ്ലാഗ്ഷിപ്പ് ഇവൻ്റായ ഐഡിയ ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റിവലിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചു. ചെറുക്കി ട്രേഡ് സ്കൂളിൽ ഒരു വൻ സന്നാഹത്തോടുകൂടി തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് അരങ്ങാനാൻ എനിക്ക് സാധിച്ചു. അതിന് കൂടെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ടീമാണ് ഇത്. ഹലോ എവ്രിവൺ, ഞാൻ അപർണ ബീന, വൈസ് പ്രസിഡന്റ് ഓഫ് കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോ. ഈ വർഷത്തെ ഞങ്ങളുടെ തീം ഇതിഹാസ ആയിരുന്നു. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് മോഡലാണ് ഞങ്ങൾ ഈ വർഷം ചെയ്തത്. അതിൽ ഒരു 8 ഇറാസ് ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഹിന്ദുസ്, മുഗൾ, മൗര്യ, ചോള ഡൈനസ്റ്റി, ഈവൻ ലൈക്ക് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് ബ്രിട്ടീഷ് ഇറ. അപ്പോൾ ഒരു കഥ പറയുന്ന പോലെയാണ് ഞങ്ങൾ ഈ വർഷത്തെ ഒരു ഹോൾ ടീം. വൺ ഓഫ് ദ കൾച്ചറൽ സെക്രട്ടറീസ്. ഈ വർഷം വി വാണ്ടഡ് ടു ബ്രിങ് ഇതിഹാസ ടു ലൈഫ്, നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിനെ ടു ലൈഫ് ത്രൂ ഡാൻസ്. അതിന് ഞങ്ങൾ എല്ലാ, like she said, the 8 eras were concentrated on, and we had the best choreographers capture their stories,
made sure it matches all the hairstyles. My name is Anupama Nair and I'm also one of the cultural secretaries of the Kerala Association of Colorado. To bring this event to life, we decorated the whole school with using artifacts from my heritage, lighting through all the ages. And when we introduced each era, we showed them a little bit of how it was at that time. We are so grateful for everyone who could make it for the event, and we thank everyone. ഭാരതീയ സംസ്കാരവും കലകളും പരിപോഷിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒപ്പം തന്നെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുന്നതിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്ന അമേരിക്കയിലെ പ്രമുഖ മലയാളി കൂട്ടായ്മയാണ് കേരള അസോസിയേഷൻ ഓഫ് കൊളറാഡോ. ദൃശ്യങ്ങൾ പകർത്തിയ പ്രദീപ് നായർക്കും ദീപക്കിനുമൊപ്പം ജനം അമേരിക്കയ്ക്ക് വേണ്ടി വേണുപ്രസാദ് തോട്ടത്തിൽ. പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികളും നിലവിലെ സ്ഥിതിഗതികളും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി യോഗത്തിൽ വിശദീകരിക്കും. അതേസമയം ജമ്മു ഡിവിഷനിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇന്നു മുതൽ തുറന്ന് പ്രവർത്തിക്കാൻ അനുമതി നൽകി. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനൊപ്പം ചേരുന്നു. ജിഷ്ണു, ശാന്തമായ അവസ്ഥയിലേക്ക് കശ്മീർ എന്ന ശുഭവാർത്ത. ഒപ്പം ഇന്ന് പെഹൽഗാമിൽ സംഭവിച്ചതെന്ത്, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ മറുപടി എന്ത്, ഇക്കാര്യത്തിലൊക്കെ കൃത്യമായ വിശദീകരണം നൽകാൻ പോവുകയാണ് വിദേശകാര്യ സെക്രട്ടറി, അല്ലേ? തീർച്ചയായും കൃഷ്ണരാജ്, ഇന്ന് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് യോഗം ചേരുന്നത്. ശശി തരൂർ എംപിയുടെ അധ്യക്ഷതയിലുള്ള സമിതി യോഗം ചേരുമ്പോൾ അതിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിലവിലെ സ്ഥിതിഗതികൾ, ഒപ്പം പെഹൽഗാം ഭീകരാക്രമണം, അതേ തുടർന്ന് ഭാരതം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഓപ്പറേഷൻ സിന്ദൂർ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ഭാരതം നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ആശയവിനിമയം, ഇത് സംബന്ധിച്ചൊരു വിശദമായിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ വിശദമായിട്ടുള്ളൊരു മറുപടി ഈ ഒരു യോഗത്തിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നൽകും. ഒപ്പം ഈ നിലവിൽ സ്വീകരിച്ചിട്ടുള്ള വെടിനിർത്തൽ ധാരണ, പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം പൂർണ്ണമായും ഉപേക്ഷിച്ചതിൻ്റെ വിശദാംശങ്ങൾ, കൂടാതെ പുതിയ പശ്ചാത്തലത്തിൽ ചൈന, തുർക്കി തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളുമായി ഭാരതത്തിൻ്റെ നയതന്ത്ര ഇടപെടലുകൾ ഏത് രീതിയിലാകണം തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങളായിരിക്കും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഈ യോഗത്തിൽ നൽകുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് പാകിസ്ഥാനുമായി ഉണ്ടായിട്ടുള്ള വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭാരതം ഒരു സർവകക്ഷി സംഘത്തെ വിവിധ ലോകരാഷ്ട്രങ്ങളിലേക്ക്, വിദേശ രാഷ്ട്രങ്ങളിലേക്ക് അയക്കുകയാണ്. അതിൻ്റെ പര്യടനം ഈ മാസം 22 മുതൽ ആരംഭിക്കും. വിവിധ പാർട്ടികളിൽ നിന്നുള്ള എംപിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭാരതത്തിൻ്റെ നിലപാട്, ഭാരതം സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സർവകക്ഷി സംഘത്തെ ഭാരതം വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്നത്. അതിൻ്റെ പര്യടനം ഈ മാസം 22-ന് തുടങ്ങുകയാണ്. ആ പര്യടനം തുടങ്ങുന്നതിന്
അതിന് തൊട്ടു മുൻപായാണ് ഇപ്പോൾ ഈ വിദേശകാര്യത്തിനായുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി, പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. ശശി തരൂർ MP ആണ് അതിന്റെ അധ്യക്ഷൻ. നേരത്തെ ഞാൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഭാരതത്തിന്റെ നിലപാടുകൾ, കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കിയതിന് പിറകെ വിവിധ ലോകരാഷ്ട്രങ്ങളുമായി ഭാരതം നേരത്തെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. പാകിസ്ഥാൻ എത്രത്തോളം ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നു, പാകിസ്ഥാന്റെ പ്രവർത്തികൾ ഈ മേഖലയിൽ, ഏഷ്യൻ മേഖലയിൽ എത്രത്തോളം പ്രതിസന്ധിയിലേക്ക് വിവിധ ലോകരാജ്യങ്ങളെ തള്ളിവിടുന്നു എന്ന് സംബന്ധിച്ച കൃത്യമായിട്ടുള്ള നിലപാട് ഭാരതത്തിനുണ്ട്. കൂടാതെ ഈ പാർലമെന്റിന്റെ വിദേശകാര്യ സമിതിക്ക് മുൻപാകെയും ഭാരതം സ്വീകരിച്ചിട്ടുള്ള നിലപാടുകൾ വ്യക്തമാക്കുക എന്നുള്ളത് കൂടിയാണ് വിക്രം മിശ്രി ചെയ്യുക. നേരത്തെ വളരെ കൃത്യമായി മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങളിലേക്ക് ഭാരതം സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള ശക്തമായിട്ടുള്ള തീരുമാനങ്ങൾ സംബന്ധിച്ച് വിക്രം മിശ്രി വ്യക്തമായിരുന്നു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്, പാകിസ്ഥാൻ പൗരന്മാരെ പൂർണ്ണമായും രാജ്യത്ത് നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം, കൂടാതെ ഡൽഹിയിലെ പാക് ഹൈ കമ്മീഷനിലെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയ നടപടി, കൂടാതെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന നടപടി എന്ന് പാകിസ്ഥാൻ അവസാനിക്കുന്നു അന്ന് മാത്രമേ ഇനി പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിൽ, ഉഭയകക്ഷി തലത്തിൽ ചർച്ചകളും ബന്ധവും ഉണ്ടാകൂ എന്ന കടുത്ത തീരുമാനം ഭാരതം കൈക്കൊണ്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും ഈ പാർലമെന്റിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിൽ വിക്രം മിശ്രി വിശദീകരിക്കുക. ഏതായാലും വളരെ കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനി എന്ന് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കുന്നോ അന്ന് മാത്രമേ പാകിസ്ഥാനുമായി നയതന്ത്ര ബന്ധം ഉണ്ടാകൂ എന്ന നിലപാട് ഭാരതത്തിനുണ്ട്. കൂടാതെ അതിർത്തി മേഖലയിൽ പരിശോധിക്കുമ്പോൾ നിലവിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്ഥിതി ശാന്തമാണ്. പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് മറ്റു പ്രകോപനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ജമ്മു കാശ്മീരിൽ സ്ലീപ്പർ സെല്ലുകളെ ഭീകരവാദത്തിന്, അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ നിലവിലുള്ള ഭീകരരെ കണ്ടെത്തി നശിപ്പിക്കുന്നതിന്, അല്ലെങ്കിൽ അവരെ നിയമ നടപടി വിധേയമാക്കുന്നതിനുള്ള പരിശോധനകൾ, പ്രത്യേക ഓപ്പറേഷനുകൾ, ഓപ്പറേഷൻ കെല്ലർ, ഓപ്പറേഷൻ നഥർ തുടങ്ങിയിട്ടുള്ള വിവിധ ഓപ്പറേഷനുകൾ സൈന്യം മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. അതിനിടയിലാണ് ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഇന്നു മുതൽ തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി ഇപ്പോൾ സർക്കാർ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനകൾ നടന്നിരുന്നുവെങ്കിൽ പോലും അതിവേഗത്തിൽ അത്തരത്തിൽ വിദ്യാർത്ഥികളെ സ്കൂളുകളിലേക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല എന്ന തീരുമാനമായിരുന്നു കൈക്കൊണ്ടത്. ഇപ്പോൾ നിലവിൽ സ്ഥിതി ശാന്തമാണ് എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ജമ്മു സെക്ടറിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തുറന്നു പ്രവർത്തിക്കാനുള്ള അനുമതി നൽകിയത്. ഒപ്പം ഈ അതിർത്തി മേഖലയിലെ ഗ്രാമങ്ങളിലേക്ക്, ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരെ തിരിച്ചെത്തി ുള്ള നടപടികളും ഘട്ടം ഘട്ടമായി തുടങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും കൂടാതെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ഉന്നത ഉദ്യോഗസ്ഥരും കൂടിയാലോചനകൾ നടത്തിയിരുന്നു. വളരെ പെട്ടെന്ന് ഒറ്റയടിയായി ഈ ഗ്രാമവാസികളെ തിരിച്ച് അതിർത്തി മേഖലയിലെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കേണ്ടതില്ല എന്നുള്ളതാണ് തീരുമാനം. മുൻകരുതൽ നടപടികൾ സ്വീകരിച്ച് ഘട്ടം ഘട്ടമായി എത്തിക്കാം എന്ന് കരുതുന്നു. ഒപ്പം പൂഞ്ചിലുൾപ്പെടെ നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള മേഖലകളിൽ കൂടുതൽ ധനസഹായവും പ്രവർത്തനങ്ങളും നടത്താനുള്ള തീരുമാനവും സർക്കാർ തലത്തിൽ കൈക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ജമ്മു കാശ്മീർ ശാന്തമാകുന്നു. അതിർത്തി മേഖലയിൽ മറ്റ് പ്രകോപനങ്ങൾക്ക് പാകിസ്ഥാൻ മുതിരുന്നില്ല. വെടിനിർത്തൽ ധാരണയ്ക്ക് സമയപരിധിയില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഭാരതത്തിന്റെ സൈന്യം വ്യക്തമാക്കിയിരുന്നു. കാരണം വലിയ വ്യാജ പ്രചരണം പല മാധ്യമങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയത് ഇന്നലത്തോടുകൂടി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയുടെ കാലാവധി, തീയതി അവസാനിക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു കാലാവധി നിശ്ചയിച്ചിട്ടല്ല വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തിയിട്ടുള്ളത്. അത് തുടർന്നു പോകുന്ന ഒരു പ്രക്രിയയാണ്. നിലവിൽ ജമ്മു കാശ്മീർ ശാന്തമാണ് എന്നുള്ളത് സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അതിനിടയിലാണ് ഇന്ന് പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം ചേരുന്നത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഭാരതത്തിന്റെ നിലപാടുകൾ, പ്രത്യേകിച്ച് നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ, ഇവയെല്ലാം വിശദീകരിക്കും. കൃഷ്ണരാജ്. പാർലമെന്റിന്റെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്ന് യോഗം ചേരും. പാകിസ്ഥാനെതിരെ സ്വീകരിച്ച നടപടികൾ, ഒപ്പം നിലവിലെ സ്ഥിതിഗതികളൊക്കെ വിക്രം മിശ്രി വിദേശകാര്യ സെക്രട്ടറി യോഗത്തിൽ വിശദീകരിക്കും. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിഷ്ണു കൃഷ്ണൻ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സൈന്യം നടത്തിയ പ്രത്യാക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. പാകിസ്ഥാന് നൽകിയ കനത്ത പ്രഹരത്തിന്റെ ദൃശ്യങ്ങൾ വെസ്റ്റേൺ കമാൻഡാണ് എക്സിൽ പങ്കുവച്ചത്. കരയിൽ നിന്ന് ആകാശം സംരക്ഷിച്ചുവെന്ന് തലക്കെട്ടോടെയാണ് വീഡിയോ പങ്കിട്ടത്. ഇന്നലെയും ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു.
40,000 കോടി രൂപയുടെ ആയുധങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും വാങ്ങാൻ കേന്ദ്രത്തിന്റെ അനുമതി. രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ പ്രതിരോധ സംഭരണ കൗൺസിലാണ് അടിയന്തര ആയുധ സംഭരണ അധികാരം നൽകിയത്. നിരീക്ഷണ ഡ്രോണുകൾ, സൂയിസൈഡ് ഡ്രോണുകൾ എന്നറിയപ്പെടുന്ന കാമികാസി ഡ്രോണുകൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ അടക്കമുള്ളവയാകും വാങ്ങുക. 5 വർഷത്തിനിടെ ഇത് 5ാം തവണയാണ് ഇത്തരത്തിൽ അധികാരം നൽകുന്നത്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുന്ന വിഷയത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ. ഈ ആവശ്യമുന്നയിച്ച് സ്റ്റാലിൻ BJP ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർക്ക് കത്തയച്ചു. വിധിയുമായി ബന്ധപ്പെട്ട് 14 കാര്യങ്ങളിൽ രാഷ്ട്രപതി സുപ്രീം കോടതിയോട് വ്യക്തത തേടിയിരുന്നു. ജിഷ്ണു കൃഷ്ണൻ വീണ്ടും ചേരുന്നു. ജിഷ്ണു, എന്താണ് വിവരങ്ങൾ? കൃഷ്ണാജി, നേരത്തെയും ഭാരതം എന്ന ഒരു രാജ്യം എന്ന ആശയത്തിനെതിരെ നിരവധി പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളും ഇത്തരത്തിലുള്ള നീക്കങ്ങളും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നൽകിയിരുന്നു. പ്രത്യേകിച്ച് BJP ഇതര മുഖ്യമന്ത്രിമാരെ ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ചേർത്ത് നിർത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ ആശയപരമായുള്ള പോരാട്ടം നടത്തുക, പ്രാദേശികവാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, തമിഴ് വാദം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യം കണ്ടുകൊണ്ട് ഭാരതം എന്ന രാജ്യം അല്ലെങ്കിൽ നമ്മൾ ഒന്നാണ് എന്ന കൺസെപ്റ്റിനെതിരെയുള്ള നിരവധി പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും നീക്കങ്ങളും സ്റ്റാലിൻ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ ഒറ്റക്കെട്ടായി എതിർക്കണം എന്ന് BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് കത്തിലൂടെ സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വിവിധ സംസ്ഥാനങ്ങളിൽ, അത് കർണാടക, തെലങ്കാന കൂടാതെ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ തുടങ്ങി BJP ഇതര മുഖ്യമന്ത്രിമാർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്കാണ് ഇത്തരത്തിൽ സ്റ്റാലിൻ കത്ത് നൽകിയിട്ടുള്ളത്. അതിന്റെ സാഹചര്യം എന്നുള്ളത് സുപ്രീം കോടതിയിൽ നിലവിൽ ഈ ബില്ലുകളിൽ, സംസ്ഥാനങ്ങൾ നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിനുള്ള സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു ഉത്തരവ് സുപ്രീം കോടതി പുറത്തിറക്കിയിരുന്നു. അതിലൊരു വിശദീകരണം ഭരണഘടനയുടെ അവകാശങ്ങളിൽ ഊന്നിക്കൊണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമു നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം ഈ ഭരണഘടന നിശ്ചയിക്കാത്ത സമയപരിധി കോടതിക്ക്, ഗവർണർക്കും രാഷ്ട്രപതിക്കും മേൽ നിശ്ചയിക്കാനുള്ള അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉത്തരവിടാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കൂടാതെ മറ്റ് ചോദ്യങ്ങളുമായി 14 ചോദ്യങ്ങളുണ്ടായിരുന്നു. നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ല് ഗവർണറുടെ അനുമതിയില്ലാതെ പ്രാബല്യത്തിൽ വരുത്താൻ സാധിക്കുമോ? അത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ ഈ സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചോദിച്ചിരുന്നു. അതിനെതിരെ ഒറ്റക്കെട്ടായി സുപ്രീം കോടതിയെ സമീപിക്കണമെന്നും രാഷ്ട്രപതിയുടെ നീക്കത്തെ ചെറുക്കണം എന്നുള്ളതുമാണ് സ്റ്റാലിൻ ഈ കത്തിലൂടെ വിവിധ സംസ്ഥാനങ്ങളിലെ BJP ഇതര മുഖ്യമന്ത്രിമാർക്ക് നൽകിയിട്ടുള്ള കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഒന്ന്, ഈ കത്ത് അയച്ചിട്ടുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ എത്രത്തോളം ഇതിനോട് പ്രതികരിക്കും എന്ന് നോക്കിക്കാണേണ്ടതാണ്. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് സ്റ്റാലിൻ വിളിച്ചു ചേർത്ത ഇത്തരത്തിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെ യോഗത്തിൽ നിന്ന് പല സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാർ വിട്ടുനിന്നിരുന്നു. അനാവശ്യ ഭാഷാ വിവാദവും പ്രാദേശിക ഭാഷാ വിവാദവും ഉണ്ടാക്കിക്കൊണ്ട് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സ്റ്റാലിൻ തമിഴ്നാട്ടിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേന്ദ്ര സർക്കാരിനെതിരെ, അല്ലെങ്കിൽ ഇന്ത്യ ഒരു രാജ്യം, ഒറ്റക്കെട്ടായ രാജ്യമല്ല, വിവിധ സംസ്ഥാനങ്ങളാണ് എന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മൾ വേർതിരിച്ച് നിൽക്കേണ്ടവരാണ് എന്ന രീതിയിലുള്ള വലിയ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും സ്റ്റാലിൻ നടത്തിയിരുന്നു. അതിന് പിറകെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ബില്ലുകളിൽ സമയപരിധി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ രാഷ്ട്രപതി നടത്തിയിട്ടുള്ള നീക്കത്തിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന ആവശ്യം BJP ഇതര മുഖ്യമന്ത്രിമാരോട് സ്റ്റാലിൻ ഉന്നയിച്ചിട്ടുള്ളത്. കൃഷ്ണരാജ്, ബന്ദിമോചനം പൂർണ്ണമാകും വരെ ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന. കസ്റ്റഡിയിൽ തുടരുന്ന എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുന്നതിന് രാഷ്ട്രീയ നേതൃത്വത്തിന് പിന്തുണ ഉറപ്പാക്കുമെന്നും സൈന്യം പറഞ്ഞു. 57 പേർ ഹമാസ് കസ്റ്റഡിയിലുണ്ടെന്നാണ് കണക്കുകൾ. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, ഈ ഇസ്രായേൽ ആക്രമണം ഗാസയിൽ തുടരുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും കൃത്യമായൊരു നിലപാട് ആവർത്തിച്ചു പറയുന്നു ഇസ്രായേൽ, ശരിയല്ലേ? കൃഷ്ണരാജ്, ഒരു നിലപാട് ഉറപ്പിച്ച് പറയുന്നുണ്ട് ഇസ്രയേൽ. അത് നേരത്തെ തന്നെ, അതായത് ഒക്ടോബർ 7 മുതൽ പ്രത്യാക്രമണം ആരംഭിക്കുന്ന ദിവസം മുതൽ ഇസ്രയേൽ പറയുന്നത് ഒറ്റ കാര്യമാണ്: ബന്ദികളുടെ മോചനം പൂർണ്ണമായും സാധ്യമാക്കുക എന്നതാണ്. ഈ ബന്ദികളുടെ മോചനം തന്നെയാണ് വെടിനിർത്തലിൻ്റെ ഒരു ധാരണയിലെ പ്രധാന ഘടകമായി കണക്കാക്കുകയും ചെയ്തത്. പക്ഷേ അതിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടാവുകയും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ട സാഹചര്യം ഇസ്രായേലിനുണ്ടാവുകയും ചെയ്തുവെങ്കിൽ കൂടി വെടിനിർത്തലിന് മുന്നോടിയായി മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കുന്ന കാര്യത്തിൽ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് തീർത്തും നിരുത്തരവാദപരമായൊരു നിലപാട്
നിലപാടാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായി പലതവണ 4 പേരൊക്കെയായി ബന്ദികളുടെ മോചനം സാധ്യമാക്കിയിരുന്നു എങ്കിൽ കൂടി രണ്ടാം ഘട്ടം വെടിനിർത്തലിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ സംഘർഷാവസ്ഥ വീണ്ടും വിളിച്ചു വരുത്തുകയായിരുന്നു ഹമാസ് എന്നതായിരുന്നു യാഥാർത്ഥ്യം. അത്തരത്തിലൊരു സംഘർഷാവസ്ഥ ഉണ്ടായതിന് പിന്നാലെ വീണ്ടും ശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് 57ഓളം ബന്ദികളുടെ കാര്യത്തിൽ ഒരു അസന്നിഗ്ധാവസ്ഥ ഉണ്ടായത്. ഒരു സങ്കീർണമായൊരു സാഹചര്യമായി ബന്ദികളുടെ കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തു. ഈ 57 പേരിൽ 24 പേർ മാത്രമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത് എന്ന ചില സൂചനകളെല്ലാം തന്നെ കുറേയൊക്കെ ആധികാരികമായി പുറത്തു വരുന്നുണ്ട്. അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ കൂടി നിലവിലെ സാഹചര്യത്തിൽ 57 ബന്ദികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കണം എന്നൊരു നിലപാട് വളരെ കൃത്യമായി ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം നടപ്പാകും വരെ കർശനമായ നടപടികൾ, ഈ അടുത്ത ദിവസങ്ങളിലായി അതിശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ ഹമാസ് ശക്തി കേന്ദ്രങ്ങളിലെല്ലാം നടത്തുന്നത്. ഹമാസിൻ്റെ ആയുധ ശേഖരങ്ങളിലും അതുപോലെ തന്നെ പശ്ചാത്തല സൗകര്യങ്ങളിലുമെല്ലാം തന്നെ അതിശക്തമായ ആക്രമണം ഇസ്രായേൽ പ്രതിരോധ സേന നടത്തുകയും ചെയ്യുന്നുണ്ട്. പ്രതിരോധ സേന കൃത്യമായൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത് ഈ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന ആവശ്യം, അതായത് ബന്ദികളുടെ മോചനം എന്ന ആവശ്യം അംഗീകരിക്കുന്നത് വരെ ശക്തമായ പോരാട്ടം നടത്തും. അതേസമയം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്, അതായത് ഈജിപ്തും അതുപോലെ തന്നെ ഖത്തറും ചേർന്നുള്ള മധ്യസ്ഥ ശ്രമങ്ങൾക്ക് കൃത്യമായ ഒരു പിന്തുണ നൽകുകയും ചെയ്യും. അത് തന്നെയാണ് ലക്ഷ്യം. മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഹമാസിനെ നിർബന്ധിതരാക്കുക സൈനിക നടപടിയിലൂടെ എന്ന കൃത്യമായൊരു നിലപാടാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ പ്രതിരോധ സേന അതിശക്തമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭീകരതയുടെ റീ ഓർഗനൈസേഷൻ്റെ സംവിധാനങ്ങളെല്ലാം തകർക്കുക, ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക എന്ന ആത്യന്തിക ലക്ഷ്യത്തിലേക്ക് ഇസ്രായേൽ പോകുന്നു. അതിന് ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണയും പ്രത്യേകിച്ച് അമേരിക്കയുടെ പിന്തുണയും എല്ലാം തന്നെയുണ്ട്. നമുക്കറിയാവുന്നതാണ്, ഈ അടുത്ത ദിവസങ്ങളിലാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ ട്രംപ് സന്ദർശനം നടത്തിയത്. ആ സന്ദർശനത്തിന് ശേഷമാണ് ഇത്രയും ശക്തമായൊരു ആക്രമണം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതും ശ്രദ്ധേയമാണ്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഈ ബന്ദികളുടെ മോചനം സാധ്യമാക്കാതെ മറ്റൊരു ചർച്ചയിലേക്ക് നീങ്ങാൻ ഇസ്രായേൽ തയ്യാറല്ല എന്നൊരു യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തീർച്ചയായും ശക്തമായൊരു നടപടി രാഷ്ട്രീയ രംഗത്ത് നിന്ന്, അതല്ലെങ്കിൽ ഈ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വെടിനിർത്തൽ നീക്കങ്ങളും അതുപോലെ തന്നെ സമാധാന നീക്കങ്ങളും ഏറ്റവും സുപ്രധാനമായ ബന്ദികളുടെ മോചനവും സാധ്യമാക്കാനുള്ള നടപടികൾ ആരംഭിക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷ്ണരാജ്. ശരി, ബന്ദി മോചനം പൂർണ്ണമാകും വരെ ഗാസയിലെ ഹമാസ് ശക്തി കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണം തുടരുമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസ്. വിദേശകാര്യമന്ത്രിയുടെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നെതർലൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ 6 ദിവസത്തെ സന്ദർശനമാണ് എസ് ജയശങ്കർ നടത്തുക. അതിർത്തി കടന്നുള്ള ഭീകരവാദവും പാക് ഭീകരതയും സന്ദർശനവേളയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം എസ് ജയശങ്കറിൻ്റെ ആദ്യ വിദേശ സന്ദർശനമാണിത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നു. ഐസൻ, എത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്നത് വിദേശമന്ത്രിയുടെ ഈ വിദേശ പര്യടനം? കൃഷ്ണരാജ്, തീർച്ചയായും നമുക്ക് അറിയാവുന്നത് ഏറ്റവും സുപ്രധാനമായൊരു വിദേശ പര്യടനമാണ് വിദേശകാര്യമന്ത്രിയുടെ ഭാഗത്തു നിന്നിപ്പോൾ ഉണ്ടാകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള ഒരു നീക്കം തന്നെയാണ്. നമുക്കറിയാവുന്നതാണ്, ഓപ്പറേഷൻ സിന്ദൂർ ഒരു വശത്ത് നടക്കുമ്പോൾ അതേസമയം രാത്രിയിൽ തന്നെ എസ് ജയശങ്കർ വിദേശ രാജ്യങ്ങളിലെ പല നേതൃത്വവുമായി ഇക്കാര്യം സംസാരിക്കുകയും എന്തുകൊണ്ട് തങ്ങൾ ഈ ഭീകരരെ തുരത്തുന്നതിനുള്ള കടുത്ത നടപടിയിലേക്ക് നീങ്ങുന്നുവെന്ന് ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ UN സെക്യൂരിറ്റി കൗൺസിലിലെ എല്ലാ രാജ്യങ്ങളുമായുള്ള ചർച്ച അതിന് തൊട്ടടുത്ത ദിവസവും നടത്തി. അത്തരത്തിൽ തുടർച്ചയായി ഭാരതത്തിൻ്റെ നിലപാട് പാകിസ്ഥാൻ്റെ ഭീകര കേന്ദ്രങ്ങളെ തകർക്കുന്നതിന് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിലപാട് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് ലോക നേതാക്കളെ അന്ന് തന്നെ അറിയിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ സന്ദർശനം നെതർലൻഡ്, ഡെൻമാർക്ക്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത്. തീർച്ചയായും ഈ 3 രാജ്യങ്ങളിലും മുന്നോട്ട് വയ്ക്കുക ഭാരതം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി മുന്നോട്ട് വയ്ക്കുന്ന കൃത്യമായ ഭീകരവിരുദ്ധ നിലപാട് തന്നെയാണ്. ഭീകരവിരുദ്ധ സഖ്യത്തിന് ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഭാരതത്തോടൊപ്പം നിൽക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം, ഒരു കൃത്യതയാർന്ന ലോകബോധ്യം ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നു. ചൈന പോലും പാകിസ്ഥാനെ ഭീകരതയെ പിന്തുണയ്ക്കുന്ന കാര്യത്തിൽ തള്ളിപ്പറയുന്നൊരു സാഹചര്യമുണ്ടായി. ഇന്നലെ IMFൻ്റെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. അവർക്ക് ഫണ്ട് നൽകുന്ന IMF ഫണ്ട് നൽകുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്ന നിർദ്ദേശം ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ ഭാഗത്തു നിന്ന്, അതായത് ഭാരതത്തിൻ്റെ ആദ്യഘട്ട നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി വെള്ളം തടയുന്ന നീക്കമായിരുന്നുവെങ്കിൽ രണ്ടാം ഘട്ട നയതന്ത്ര നീക്കങ്ങൾ നടത്തിയത് അന്താരാഷ്ട്ര സംഘടനകളിൽ ശക്തമായി നിലപാടറിയിച്ച് പാകിസ്ഥാനെതിരായ നീക്കങ്ങൾ ശക്തമാക്കുക എന്നായിരുന്നു. ആ ശക്തമാക്കുന്ന നീക്കങ്ങൾക്ക് പ്രതിഫലനം ഉണ്ടായിക്കഴിഞ്ഞു, അല്ലെങ്കിൽ അതിന് നേട്ടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു എന്നതിന് തെളിവാണ് ഇന്നലെ പാകിസ്ഥാനെ IMF നൽകിയ 11 നിർദ്ദേശങ്ങൾ, കർശന നിർദ്ദേശങ്ങൾ, ഫണ്ട് നൽകുന്നതിന് നൽകിയ നിർദ്ദേശങ്ങൾ. ഇത്തരത്തിൽ നയതന്ത്ര തലത്തിൽ പല രീതിയിലും വിജയങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടാണ് ഭാരതത്തിൻ്റേത്. സ്വാഭാവികമായും ജർമ്മനിയും ഡെൻമാർക്കും അതുപോലെ തന്നെ നെതർലൻഡും സന്ദർശിക്കുമ്പോൾ ഇതേ ആശയം തന്നെയായിരിക്കും മുന്നോട്ട് വയ്ക്കുക. ഈ 3 രാജ്യങ്ങളിലും സുപ്രധാനമായും ചർച്ച ചെയ്യുക ഭീകരതയ്ക്കും അതുപോലെ
അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് തീവ്രവാദ ഇടപാടുകൾക്കെതിരെയുള്ള നിലപാടുകളാണ്. സ്വാഭാവികമായും ഈ രാജ്യങ്ങളെല്ലാം തന്നെ പിന്തുണയ്ക്കേണ്ടതുണ്ട് പല കാര്യങ്ങളിലും. നമുക്കറിയാവുന്നതാണ്, ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിൻ്റെ നിയന്ത്രണമാണ് ഇനി പാകിസ്ഥാന് മേൽ വരേണ്ടത്. ഭീകരതയ്ക്ക് ഫണ്ടിങ് ചെയ്യുന്നു എന്ന ആരോപണം, അതായത് ഇത്തരത്തിൽ ലഭ്യമാകുന്ന അന്തർദേശീയ തലത്തിൽ ലഭ്യമാകുന്ന അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന തുകയെല്ലാം തന്നെ ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്നു പാകിസ്ഥാൻ എന്ന കൃത്യമായ നിലപാട് ഭാരതം മുന്നോട്ട് വയ്ക്കുമ്പോൾ ഈ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ്, അതായത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോലുള്ള സംവിധാനങ്ങളുടെ, കള്ളപ്പണ അന്വേഷണ സംവിധാനങ്ങളുടെ ആഗോള ഓർഗനൈസേഷനായ ഈ സംവിധാനത്തിൻ്റെ ഭാഗത്ത് നേരത്തെ ഗ്രേ ലിസ്റ്റിലായിരുന്ന പാകിസ്ഥാനെ അതിൽ നിന്ന് മാറ്റിയെടുത്തിരുന്നു. അതൊരു തെറ്റിദ്ധാരണ ജനിപ്പിച്ചുകൊണ്ടാണ് ഗ്രേ ലിസ്റ്റിൽ നിന്ന് പാകിസ്ഥാനെ മാറ്റിയത് എന്നാണ് 6 മാസം മുമ്പ് നടപടി ഉണ്ടായത് എന്നാണ് ഭാരതത്തിൻ്റെ നിലപാട്. ഈ നിലപാട് കൂടി ബോധ്യപ്പെടുത്തുക എന്ന കൃത്യമായൊരു നീക്കമാണ് വിദേശകാര്യമന്ത്രിയുടെ സന്ദർശനത്തിലുള്ളത്. സ്വാഭാവികമായും ഗ്രേ ലിസ്റ്റിലേക്ക് മാറുകയാണെങ്കിൽ വീണ്ടും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര എയ്ഡുകളെല്ലാം തന്നെ ബ്ലോക്കാകുന്നൊരു സാഹചര്യമുണ്ടാകും. അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുൾപ്പെടെ വെള്ളം തടയുന്നതിനുള്ള, വെള്ളം നൽകുന്നതിന് നിയന്ത്രിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള അന്തർദേശീയ തലത്തിലും ഉഭയകക്ഷി തലത്തിലും പാകിസ്ഥാനെതിരായ കർശന നിലപാടുകൾ സ്വീകരിക്കുന്നതിന് ദേശീയ തലത്തിൽ പിന്തുണ ഉറപ്പാക്കുക, അല്ല അന്തർദേശീയ തലത്തിൽ പിന്തുണ ഉറപ്പാക്കുക എന്ന കൃത്യമായൊരു നീക്കം, കൃത്യമായ നയതന്ത്ര ചുവടുവെപ്പാണ് എസ് ജയശങ്കറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതുതന്നെയാണ് കുറേ കൂടി യാഥാർത്ഥ്യമാകാനുള്ള ഒരു സംഭവ വികാസങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്നത്. തീർച്ചയായും ഈ സന്ദർശനത്തിന് ശേഷം, ഈ 19 മുതൽ 24 വരെയുള്ള എസ് ജയശങ്കറിൻ്റെ വിദേശ സന്ദർശനത്തിന് ശേഷം കൃത്യമായ ചിത്രങ്ങൾ പല കാര്യങ്ങളിലും നമുക്ക് ലഭ്യമാകും. പ്രത്യേകിച്ച് ജർമ്മനി സന്ദർശിക്കുന്നു എന്നുള്ളത് തന്നെ അതിലേറ്റവും സുപ്രധാനമായൊരു ഘടകമാണ്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് വേടൻ്റെ പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ച. സൗജന്യ പ്രവേശനം നൽകി നടത്തിയ പരിപാടിയിലെത്തിയത് നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആളുകളാണ്. തിരക്ക് നിയന്ത്രിക്കാനായി പോലീസ് ലാത്തിവീശി. തിക്കിലും തിരക്കിലും പെട്ട് സ്ത്രീകളും കുട്ടികളും അടക്കം 15ഓളം പേർക്ക് പരിക്കേറ്റു. ഇവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി അരുൺ ആലത്തുറപ്പം ചേരുന്നു. അരുൺ, ഇവിടെ പലയിടങ്ങളിലും ഇപ്പോൾ കനകക്കുന്നിൽ അല്ലെങ്കിൽ നിശാഗന്ധിയിൽ ഇതേ പരിപാടി നടക്കുമ്പോൾ ക്രമാതീതമായ തിരക്ക് വന്നു. വലിയ അപകടം ഒഴിവായി എന്നാണ് പലരും പറഞ്ഞത്. ഇതിപ്പോൾ അവിടെയും അങ്ങനെ തന്നെ. ഒരു നിയന്ത്രണവുമില്ലാതെ എന്തിനാണിങ്ങനെ ആളുകളെ കടത്തിവിടുന്നത് എന്നൊരു ചോദ്യം അവിടെ നിൽപ്പുണ്ട്. നിയന്ത്രിക്കാനായില്ലെങ്കിൽ ഉണ്ടാകാവുന്ന അപകടത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെയോ സംഘാടനം? അരുൺ. കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ പരിപാടിയിലും സംഘാടകരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ചയാണ് ഈ വേടൻ്റെ പരിപാടി സംഘടിപ്പിച്ചതിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൗജന്യമായിട്ടാണ് ഇതിൻ്റെ ഈ പ്രവേശനം ഏർപ്പെടുത്തിയിരുന്നത്. തുടർന്ന് ഇന്നലെ വൈകിട്ട് ഒരു 6 മണിയോടായപ്പോൾ തന്നെ വലിയ തിരക്ക് പാലക്കാട്ടെ ചെറിയ കോട്ട മൈതാനത്ത് ഉണ്ടായി. അങ്ങനെ തിരക്ക് ഉണ്ടായ സമയത്ത് തന്നെ ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി പ്രധാനമായിട്ടും നേതൃത്വം കൊടുത്ത് അവിടെ സ്റ്റേജിൽ നിന്നിരുന്നത് പി സരിൻ എന്ന CPM നേതാവായ പി സരിനും അതുപോലെ തന്നെ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും DYFIയുടെ ജില്ലാ സെക്രട്ടറിയും ഒക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ഇതൊരു സാംസ്കാരിക വകുപ്പും അതുപോലെ തന്നെ പട്ടികജാതി വകുപ്പും കൂടെ സംയുക്തമായിട്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്നിരിക്കെ പോലും ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനും മറ്റുമൊക്കെയായിട്ട് സ്റ്റേജിലുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട CPM നേതാക്കളാണ്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയും DYFI ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെയാണ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഉണ്ടായത്. പക്ഷെ അവർക്ക് ഈ തിരക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് എത്തിയ ഈ കാണികൾ അവർ ഈ സൗണ്ട് ബോക്സിൻ്റെ മുകളിൽ കയറി നിൽക്കുക, LED വാളിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ഈ ഗ്രൗണ്ടിൻ്റെ തന്നെ അരികു ഭാഗത്തായിട്ട് വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങളുടെ മുകളിൽ ഉൾപ്പെടെ കാണികൾ കയറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. പോലീസും അതുപോലെ തന്നെ സംഘാടകരും ഒക്കെ നിരന്തരം വിളിച്ചു പറഞ്ഞു ഇത് ഈ ബോക്സ് എങ്ങാനും മറിഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടം ഉണ്ടാവും എന്നുള്ളത് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ LED വാൾ മറിഞ്ഞു കഴിഞ്ഞാൽ അപകടം ഉണ്ടാവും എന്നുള്ളതും, മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമെന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അത് ഒരു അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതിലുപരി ഇവരെയൊക്കെ താഴെ ഇറക്കുകയോ ഈ തിരക്ക് നിയന്ത്രിക്കുകയോ മറ്റോ ഒക്കെ ചെയ്യുന്നതിന് യാതൊരു നടപടിയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ വേടൻ എത്തിയതോടുകൂടെ തന്നെ കൂടുതൽ തിക്കും തിരക്കും അനുഭവപ്പെടുകയും തുടർന്ന് വലിയ രീതിയിൽ ഈ കാണികൾ തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുന്തും തള്ളും മറ്റുമൊക്കെ ഉണ്ടാവുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല സ്റ്റേജിൻ്റെ തൊട്ടടുത്ത് VIP ആയിട്ടുള്ള മന്ത്രി MP രാജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ ഇരിക്കുന്നതിന് വേണ്ടി ഇരിപ്പിടം ഒരുക്കുകയും മന്ത്രി ഉൾപ്പെടെ അവിടെ എത്തുകയും ചെയ്തിരുന്നു. ആ ഇരിപ്പിടത്തിൻ്റെ അടുത്തേക്ക് പോലും ആളുകൾ തിരക്കി എത്തി. ഒടുവിൽ മന്ത്രി ഉൾപ്പെടെ അവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല
ഏകദേശം 15-ലേറെ ആളുകൾക്കാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുകയും അവർ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തത്. ഏതായാലും ഇതിനോടകം തന്നെ ഈ സംഘാടനത്തിലുണ്ടായ ഗുരുതര പിഴവ് അത് സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യവുമായി BJP പാലക്കാട് മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ സംഘാടകർ ഇത്രയേറെ മുൻ അനുഭവങ്ങളുണ്ട്. ഈ വേടൻ്റെ പരിപാടി എവിടെ നടത്തിയാലും അവിടെ ഇങ്ങനെ തിക്കും തിരക്കും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്നുള്ള മുൻ അനുഭവങ്ങളുണ്ട് എന്നിരിക്കെ യാതൊരു തരത്തിലും അതിൻ്റെ സുരക്ഷാ മാനദണ്ഡങ്ങളോ മറ്റോ ഒന്നും നോക്കാതെ ഇത്തരമൊരു പരിപാടി അത് നടത്താൻ സംഘാടനത്തിൽ പിഴവുണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും സാധാരണ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് കൊടുക്കില്ല. പക്ഷേ ഇവിടെ പോലീസ് ക്ലിയറൻസ് കൊടുക്കുകയും വീണ്ടും അത് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ സംഘാടനത്തിലും വലിയ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് BJP ഉൾപ്പെടെ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നൊരു ആവശ്യമാണ് BJP മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും പാലക്കാട് നഗരത്തിൽ ഈ ഒരു ചെറിയ കോട്ട മൈതാനത്താണ് ഇന്നലെ പരിപാടി സംഘടിപ്പിച്ചത്. ആ പരിപാടിയിൽ നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. പരിക്കേറ്റ ആളുകൾ ഇപ്പോഴും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുമുണ്ട്. പാലക്കാട് വേടൻ്റെ പരിപാടിയുടെ സംഘാടനത്തിൽ ഗുരുതര വീഴ്ചയുണ്ടാകുന്നു. ഈ ടിക്കറ്റൊക്കെ എടുക്കാതെ സൗജന്യമായി ആളുകളെ പ്രവേശിപ്പിക്കുന്നു. അപ്പോഴേക്കും ക്രമാതീതമായ ജനത്തിരക്ക് ഉണ്ടാകുന്നു, അഭൂതപൂർവമായ ജനപ്രവാഹം ഉണ്ടാകുന്നു. അത് ചെന്നെത്തുന്നത് വലിയ അപകടങ്ങളിലേക്കാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരം നിശാഗന്ധിയിൽ സമാനമായൊരു പരിപാടി വെച്ചു. അവിടെ വലിയൊരു അപകടം ഒഴിവായി എന്നാണ് അവിടെ എത്തിച്ചേർന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന പലരും പറഞ്ഞത്. കാരണം വലിയ മഴ പെയ്തപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധമായി അങ്ങനെ വല്ലാത്തൊരു സാഹചര്യമായിരുന്നു അവിടെ. ഇപ്പോൾ പാലക്കാട്ടും അതുതന്നെയാണ് ഉണ്ടായത്. നിയന്ത്രിക്കാൻ കഴിയാത്തത്ര ആളുകൾ എത്തുന്നു, പരിക്ക് പറ്റുന്നു, കുട്ടികളും സ്ത്രീകളും അടക്കം. അരുൺ, തുടരൂ. തീർച്ചയായിട്ടും കൃഷ്ണരാജ്, സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ പരിപാടിക്ക് എത്തിയിരുന്നത്. അവർക്കുൾപ്പെടെയാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിശാഗന്ധിയിൽ ആളുകൾക്ക് എങ്ങനെയാണ് വലിയ അപകടം ഒഴിവായി പുറത്തേക്ക് വരാൻ കഴിഞ്ഞത്, അതേ സമാന സാഹചര്യം തന്നെയായിരുന്നു. കാരണം ആ LED വാളെന്ന് പറഞ്ഞാൽ അത് വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമായിരുന്നു. അതല്ലെങ്കിൽ അവിടുത്തെ സൗണ്ട് ബോക്സുകൾ സ്ഥാപിച്ചിട്ടുള്ള വലിയ ആ ബോക്സുകളോ മറ്റോ മറിഞ്ഞാണെങ്കിൽ അതും വലിയ അപകടങ്ങളിലേക്ക് വഴിവെക്കുമായിരുന്നു. ഇതിനൊക്കെ ഉപരി ഈ മരം അവിടുത്തെ നിരന്തരം ഈ പാലക്കാട് ചെറിയ കോട്ട മൈതാനത്തെ സംബന്ധിച്ചിടത്തോളം ആ കോട്ട മൈതാനത്തുള്ള മരങ്ങളിലെ ചില്ലകളും മറ്റുമൊക്കെ ശക്തമായ കാറ്റും മഴയിലൊക്കെ മുറിഞ്ഞ് താഴെ വീഴുന്നതൊക്കെ പതിവാണ്. അങ്ങനെ ഒരു ബലവും ഇല്ലാത്ത മരത്തിൻ്റെ മുകളിലാണ് എങ്ങനെയും ഓരോ മരത്തിലും 10ഉം 15ഉം യുവാക്കളാണ് കയറി മരത്തിൻ്റെ മുകളിൽ ഈ പരിപാടി കാണാനും എന്ന് പറഞ്ഞ് മുകളിൽ കയറി ഇരിക്കുന്നുണ്ടായിരുന്നത്. സാധാരണ നമുക്കറിയാം ഈ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഇങ്ങനെ ആളുകൾ മരത്തിൻ്റെ മുകളിലോ മറ്റോ ഒക്കെ കയറി ഇരുന്നാൽ അപ്പോൾ തന്നെ പോലീസ് ഇടപെട്ട് അവരെയൊക്കെ താഴെ ഇറക്കുകയും മറ്റ് നടപടികൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടികളിലൊക്കെ ആണെങ്കിൽ സംഘാടകരെ മറ്റോ ഒക്കെ പറയുമ്പോൾ അത് കൃത്യമായി ആളുകൾ കേൾക്കുകയും തുടർന്ന് അനുസരിച്ച് ഈ പോലീസ് പറയുന്നതും മറ്റും കേട്ട് സാധാരണ അത് ഏത് തരത്തിൽ അവിടെ നിൽക്കാൻ പറയും അതുപോലെ നിൽക്കുമായിരുന്നു. പക്ഷേ ഈ വേടൻ്റെ പരിപാടിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞ കാഴ്ച എന്നുള്ളത് സംഘാടകർ പറഞ്ഞിട്ടോ പോലീസ് പറഞ്ഞിട്ടോ ഒന്നും കേൾക്കാത്ത ഒരു കാണികളെ ആയിരുന്നു അവിടെ കാണാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളാണ്, യുവാക്കളാണ് അവിടെ ഏറ്റവും അധികം ഉണ്ടായിരുന്നത്. അവരൊക്കെ ആര് പറഞ്ഞിട്ടും കേൾക്കുന്നുമില്ല. പൊതുവിലെ വലിയ തിക്കും തിരക്കും അനുഭവപ്പെടുന്നു. സ്ത്രീകളാണെങ്കിൽ ഈ കൈക്കുഞ്ഞുങ്ങളെ 5-6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളെ കൊണ്ട് എടുത്തു വരെ പരിപാടിക്ക് വന്ന് ഈ തിക്കിലും തിരക്കിലും പെട്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ചയായിരുന്നു കാണാൻ കഴിഞ്ഞത്. ഏതായാലും മന്ത്രി MP രാജേഷ് ഉൾപ്പെടെ ഇരുന്ന ആ ഇരിപ്പിടം, പാലക്കാട്ടെ പ്രധാനപ്പെട്ട MLA-മാരൊക്കെ ഇരുന്ന ഇരിപ്പിടം VIP പവലിയൻ, അവിടേക്ക് ഉൾപ്പെടെ ഈ കാണികൾ ഇരച്ചു കൂടി എത്തുകയും തിക്കും തിരക്കും ഉണ്ടാക്കുകയും തുടർന്ന് അവർക്കൊക്കെ അവിടെ നിന്നും യാതൊരു തരത്തിലും അവിടെ തുടർന്നു കഴിഞ്ഞാൽ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കി മന്ത്രി ഉൾപ്പെടെ അവിടെ നിന്ന് സ്ഥലം വിടുന്ന ഒരു കാഴ്ചയായിരുന്നു കാണാൻ. പാലക്കാട് വേടൻ പങ്കെടുത്ത പരിപാടിയിലും ക്രമാതീതമായ ജനത്തിരക്ക്, തിക്കിലും തിരക്കിലും 15 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്ത്. പാലക്കാട് റാപ്പർ വേടൻ്റെ പരിപാടിയിലെ തിക്കും തിരക്കും മൂലമുണ്ടായ അപകടത്തിൽ സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്ന് BJP. പരിപാടിയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്ന് പാലക്കാട് മണ്ഡലം കമ്മിറ്റി ആരോപിച്ചു.
തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിന്റെ ഭാഗത്തും വീഴ്ചയുണ്ടായി. 15 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം, നഷ്ടപരിഹാരം നൽകണമെന്നും BJP മണ്ഡലം പ്രസിഡന്റ് ശശികുമാർ M ആവശ്യപ്പെട്ടു. മലപ്പുറം നിലമ്പൂർ കാളികാവിൽ ടാപ്പിംഗ് തൊഴിലാളിയെ കടിച്ചുകൊന്ന ആളെക്കൊല്ലി കടുവയെ പിടികൂടാനുള്ള ദൗത്യം ഇന്നും തുടരും. നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചും ഡ്രോൺ ഉപയോഗിച്ചുമാണ് പരിശോധന. 2 ഇടത്ത് സ്ഥാപിച്ച കൂടുകളിൽ കടുവ കുടുങ്ങിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കും. വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ഒപ്പം ചേരുന്നു. അരുൺ, കഴിഞ്ഞ ദിവസം കൂടുകൾ സ്ഥാപിച്ചിരുന്നു, കടുവയുടെ സാന്നിധ്യവും ഉറപ്പിച്ചിരുന്നു. എന്നിട്ടും എന്തുകൊണ്ടാകും കടുവയിലേക്കുള്ള ദൂരം ഇപ്പോഴും കൂടുന്നത്? കൃഷ്ണരാജ്, ഈ കടുവയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ദൗത്യത്തിൽ ഈ പ്രധാനമായിട്ടും കാൽപ്പാടുകളും മറ്റും ഇന്നലെ മാത്രമാണ് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. പക്ഷേ എങ്കിൽ പോലും ഈ ഭാഗത്ത് കൂടുകൾ സ്ഥാപിച്ചും അതല്ലാതെയൊക്കെ ഉള്ള തിരച്ചിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ഏതായാലും ഇന്നും ആ ദൗത്യം തുടരും എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഈ ആളെക്കൊല്ലി കടുവ ഈ സ്ഥാപിച്ച കൂടുകളിൽ മറ്റേ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ളതായിരിക്കും ആദ്യം പരിശോധിക്കുക. അതിനുശേഷം കൂടിൽ മറ്റും കടുവ കുടുങ്ങിയിട്ടില്ലെങ്കിൽ കടുവയ്ക്കായിട്ടുള്ള തിരച്ചിൽ, അത് പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള ഒരു തിരച്ചിൽ ഇന്നും ഉണ്ടാവും എന്നുള്ളതാണ് വനം വകുപ്പ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ നിരീക്ഷണ ക്യാമറകളും ഡ്രോണും ഒക്കെ സ്ഥാപിച്ച് ഇന്നലെ ആ തരത്തിലൊക്കെ പരിശോധന നടത്തിയിരുന്നു. അതായത് നിരീക്ഷണ ക്യാമറകളിലും ഡ്രോണിലൂടെയുള്ളൊക്കെ പരിശോധന ഇന്നലെ നടത്തിയിരുന്നു. സമാന രീതിയിലുള്ള പരിശോധന ഇന്നും തുടരും എന്നുള്ളതാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. ഏതായാലും ഈ കടുവയെ ഇങ്ങനെ ദിവസവും തിരച്ചിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഒപ്പം കാൽപ്പാടുകൾ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാൽപ്പാടുകൾ ഇപ്പോഴേതായാലും വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായിട്ടും ഈ കാൽപ്പാടുകൾ കണ്ട ഭാഗങ്ങൾ, ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് അവിടെ കൂടുതൽ ഡ്രോൺ പരിശോധനയും അതുപോലെ തന്നെ അവിടുത്തെ ക്യാമറകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന കൂടുതൽ ശക്തമാക്കും. ആ ഭാഗത്ത് തന്നെ കൂടുതൽ സംഘങ്ങളെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള പരിശോധനയായിരിക്കും ഇന്നുണ്ടാവുക എന്നുള്ളതാണ് വനം വകുപ്പ് പറയുന്നത്. ഏതായാലും ആ പ്രദേശത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക തന്നെയാണ്. ഇങ്ങനെ ഇത്രയും ദിവസം പിന്നിട്ടിട്ടും ഈ കടുവയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ടാപ്പിങ്ങിന് പോയ തൊഴിലാളി, ആ തൊഴിലാളിക്ക് കടുവയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും മറ്റുമൊക്കെ കടുവയുടെ നഖം കൊണ്ട് പാടുകളും മറ്റുമൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഒരു ജീവൻ നഷ്ടമാവാതിരിക്കാൻ ആളെക്കൊല്ലി കടുവയെ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് പിടികൂടണം എന്നുള്ളൊരു ആവശ്യം നാട്ടുകാർ ഒരു വശത്ത് ശക്തമാക്കുന്നുണ്ട്. അതേസമയം തന്നെ വനം വകുപ്പ് പറയുന്നത് പരിശോധന തങ്ങൾ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇന്നും വളരെ വിശദമായ രീതിയിൽ തന്നെയുള്ള പരിശോധനയുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് വനം വകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, കാളികാവിലെ കടുവയ്ക്കായി തെരച്ചിൽ ഊർജിതമാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ. ED ഉദ്യോഗസ്ഥർക്കെതിരായ കേസിൽ പരാതിക്കാരൻ അനീഷ് ബാബുവിൻ്റെ മൊഴികളിൽ കൂടുതൽ വ്യക്തത തേടി വിജിലൻസ്. ED ഉദ്യോഗസ്ഥർ നേരിട്ട് കൈക്കൂലി ആവശ്യപ്പെട്ടതിന് വിജിലൻസിന് തെളിവുകൾ ലഭിച്ചിട്ടില്ല. ആരോപണ വിധേയരായ ഉദ്യോഗസ്ഥർ അന്വേഷിക്കുന്ന കേസുകളുടെ വിശദാംശങ്ങൾ ED ഡെപ്യൂട്ടി ഡയറക്ടറും പരിശോധിക്കുകയാണ്. ED ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തിയെന്ന് ആദ്യം ആരോപിച്ചിരുന്ന അനീഷ് ബാബു ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാറാണ് അസഭ്യം പറഞ്ഞതെന്ന് പിന്നീട് തിരുത്തിയിരുന്നു. വിവരങ്ങളുമായി രേഷ്മ ബാബു ഒപ്പം ചേരുന്നു. രേഷ്മ, ആകപ്പാട് ഒരു അവ്യക്തതയുണ്ടോ? കൃഷ്ണരാജ്, അതായത് ED ഉദ്യോഗസ്ഥർ, ആരോപണ വിധേയരായിട്ടുള്ള ED ഉദ്യോഗസ്ഥർ നേരിട്ട് കൈക്കൂലി വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ഇതുവരെ ശേഖരിക്കാനായിട്ട് വിജിലൻസിന് സാധിച്ചിട്ടില്ല. ഇത് തന്നെയാണ് വിശദമായിട്ട് തന്നെ അന്വേഷണം പൂർത്തിയാക്കിയതിനു ശേഷം, അല്ലെങ്കിൽ വിശദമായിട്ട് തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാം എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു നീക്കം, അല്ലെങ്കിൽ അത്തരമൊരു തീരുമാനത്തിലാണ് വിജിലൻസ് ഉന്നത ഉദ്യോഗസ്ഥർ ഉള്ളത്. കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലായത്, അതായത് ഈ ആരോപണ വിധേയരായിട്ടുള്ള ED ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള മൊഴി ഈ പരാതിക്കാരനായിട്ടുള്ള അനീഷ് ബാബു കഴിഞ്ഞ ദിവസം വിജിലൻസിന്റെ ഓഫീസിലെത്തി നൽകുകയും ചെയ്തിരുന്നു. ഈ അനീഷ് ബാബുവിന്റെ മൊഴികളിലാണ് വ്യക്തത വരുത്തേണ്ടത്. അനീഷ് ബാബു നൽകിയിട്ടുള്ള മൊഴി, അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നിലവിൽ ശേഖരിച്ചിട്ടുള്ള പ്രതികളുടെ അടക്കം ശേഖരിച്ചിട്ടുള്ള മൊഴികൾ, ഇതടക്കം പരിശോധിച്ചുകൊണ്ട് വിലയിരുത്തലുകൾ നടത്തിയ ശേഷമായിരിക്കും നിലവിൽ ഈ കേസിലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും പ്രതി ചേർക്കപ്പെട്ടുള്ള
അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ശേഖർ കുമാറിനെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള രേഖപ്പെടുത്താനായിട്ടുള്ള നടപടിയിലേക്ക് വിജിലൻസ് കടക്കുകയുള്ളൂ. കാരണം ശേഖർ കുമാറിനെതിരായിട്ട് നേരിട്ടുള്ള തെളിവുകൾ ഇതുവരെ വിജിലൻസിൽ ലഭിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ ആരോപണ വിധേയരായിട്ടുള്ള മറ്റ് ED ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടുതൽ തെളിവ് ശേഖരണം വേണമെന്നുള്ളതാണ് വിജിലൻസിന്റെ നിലപാട്. അനീഷ് ബാബു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട സമയത്ത് മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം പറഞ്ഞൊരു കാര്യം, ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള P. രാധാകൃഷ്ണൻ ഭീഷണിപ്പെടുത്തി എന്നുള്ളതായിരുന്നു ആദ്യം നൽകിയ മൊഴി. പക്ഷെ പിന്നീട് ഫോട്ടോ കാണിച്ച സമയത്ത് ഇദ്ദേഹമല്ല തന്നെ ഭീഷണിപ്പെടുത്തിയത്, മറിച്ച് വിനോദ് കുമാർ എന്ന് പറയുന്ന ഡെപ്യൂട്ടി ഡയറക്ടറാണ് ഭീഷണിപ്പെടുത്തി എന്നുള്ളൊരു മൊഴി അനീഷ് ബാബു പിന്നീട് പറഞ്ഞിരുന്നു. അതായത് അല്ലെങ്കിൽ അത്തരമൊരു കാര്യം മാധ്യമങ്ങളോട് അദ്ദേഹം പങ്കുവച്ചിരുന്നു. ഈ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഈ ആള് മാറിപ്പോയി എന്നുള്ള കാര്യം മാധ്യമങ്ങളോടടക്കം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ അനിവാര്യമാണ്. പ്രത്യേകിച്ച് EDയുടെ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള ഒരു നടപടിയിലേക്കാണ് വിജിലൻസ് കടക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഇല്ല എങ്കിൽ അത് ഈ കേസ് തന്നെ നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയും ചെയ്യും. മറ്റൊന്ന്, സംസ്ഥാന ഏജൻസിയും കേന്ദ്ര ഏജൻസിയും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ദുർബലപ്പെടാൻ പാടില്ല എന്നുള്ള ഒരു നിഗമനം കൂടി വിജിലൻസിന്റെ ഉദ്യോഗസ്ഥർക്ക് ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായിട്ടുള്ള തെളിവ് ശേഖരണവും അന്വേഷണവും വിജിലൻസിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. അതോടൊപ്പം തന്നെ പരിഗണിക്കപ്പെടേണ്ട അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമുണ്ട്. EDയുടെ ഭാഗത്ത് നിന്നും സമാന്തരമായിട്ടുള്ള ആഭ്യന്തര അന്വേഷണം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതായത് ആരോപണ വിധേയരായിട്ടുള്ള ED ഉദ്യോഗസ്ഥർ അന്വേഷിച്ച കേസുകൾ എവിടെ വരെ എത്തിയിട്ടുണ്ട്, അതിന്റെ നിലവിലെ സ്ഥിതി ഏത് വിധത്തിലാണ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. കാരണം ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥർ ഏത് വിധത്തിലാണ് ഈ കേസുകളുടെ അല്ലെങ്കിൽ അതിനെ പരാതിക്കാരായിട്ടുള്ള ആളുകളെ പ്രയോജനപ്പെടുത്തിയത്, ഈ ഏജന്റുമാരുമായിട്ട് ബന്ധപ്പെട്ടത്, ഇതിന്റെ അന്തസത്ത എന്താണ്, തുടങ്ങി ആധികാരികത എന്താണ്, ഇതടക്കമുള്ള കാര്യങ്ങളാണ് EDയും പരിശോധിക്കുന്നത്. എന്തായാലും സമാന്തരമായിട്ട് ആഭ്യന്തര തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് EDയും കടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് വിജിലൻസ് ഒരു കൃത്യമായിട്ട് ആസൂത്രിതം അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ട് തെളിവ് ശേഖരിച്ചതിന് ശേഷം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നീക്കങ്ങളിലേക്ക് കടക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മറ്റൊന്ന്, ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടുള്ള രഞ്ജിത്ത് വാര്യരാണ് ഈ ഏജന്റിനെ അടക്കം പരിചയപ്പെടുത്തിയതും അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള ആസൂത്രണം ഈ വിഷയത്തിൽ നടത്തിയെന്നുമെന്നുള്ള ഒരു അനുമാനത്തിൽ വിജിലൻസ് കടക്കുകയും ചെയ്യുന്നുണ്ട്. ആരൊക്കെയാണ് സമീപിക്കേണ്ടത്, ഇതടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ വിശദാംശങ്ങളും വിവരങ്ങളും രഞ്ജിത്തിൽ നിന്നുമാണ് ഏജന്റുമാർക്ക് കിട്ടിയ എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. വിൽസണും മുകേഷും ഇത് സംബന്ധിച്ചും വിജിലൻസിന് മൊഴി നൽകിയിട്ടുണ്ടെന്നും ഉന്നത വൃത്തങ്ങൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്. ഒരു തെരുവുനായയുടെ വേർപാടിൽ നാടിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ച ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോന്നി ഐരവൺ നിവാസികൾ. തെരുവുനായ പേടിയിൽ നാട് വിറങ്ങലിക്കുമ്പോൾ ഐരവൺകാർക്ക് പറയാനുള്ളത് ജൂലി എന്ന തെരുവുനായയുടെ സ്നേഹത്തിൻ്റെ കഥകൾ മാത്രമാണ്. ജൂലിയെക്കുറിച്ച് പറഞ്ഞാലും തീരാത്ത ഓർമ്മകളാണ് ഇവിടുത്തുകാർക്ക്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു നായക്കുട്ടി ഈ ഗ്രാമത്തിലേക്ക് എത്തി. എവിടെ നിന്ന് വന്നു എന്നോ എങ്ങനെ വന്നു എന്നോ നാട്ടുകാർക്കറിയില്ല. ആരോ ഉപേക്ഷിച്ചതാകാം. കുറഞ്ഞ സമയം കൊണ്ട് ആ നായ സ്നേഹത്താൽ നാട്ടുകാരുടെ ഹൃദയം കീഴടക്കി. പ്രിയപ്പെട്ടതായി മാറിയ നായ്ക്കുട്ടിക്ക് നാട്ടുകാർ ഒരു പേരും നൽകി, ജൂലി. 2 ദിവസം മുൻപ് അസുഖബാധിതയായ ജൂലിയെ കാണാതായി. പിന്നീട് നാട്ടുകാർ കണ്ടത് ജീവനില്ലാത്ത ജൂലിയെയാണ്. ജൂലി എന്ന തെരുവുനായ നാട്ടുകാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവളായിരുന്നുവെന്ന് ഈ ഫ്ലെക്സ് ബോർഡുകൾ പറയും. മറ്റു തെരുവ് നായ്ക്കളിൽ നിന്നും ഏറെ വ്യത്യസ്തയാണ് ജൂലി. അതുതന്നെയാണ് ജൂലിയെ നാട്ടുകാരുടെ പ്രിയങ്കരിയാക്കിയത്. നമ്മളെ 2018 വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് ഇവിടെ വന്നത്. അന്ന് 6 മാസം പ്രായമേ ഉള്ളായിരുന്നു. അന്ന് എൻ്റെ സുഹൃത്ത് രമണൻ, അദ്ദേഹം പിന്നെ നമ്മുടെ അന്നത്തെ ഇവിടുത്തെ ഒരു മൃഗസ്നേഹിയായിട്ടുള്ള ഡോക്ടർ ഉണ്ടായിരുന്നു, ജൂലി, പിന്നെ സിസിലി എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറാണ് അവർക്ക് പേരിട്ടതും അവർക്കൊരു തുടലൊക്കെ കൊടുത്തത്. അതിനുശേഷം ഈ നമ്മുടെ പ്രദേശത്ത് എല്ലാ വീട്ടുകളിലും പോകുമായിരുന്നു. ആർക്കും ഒരു ശല്യമില്ല. ആരെങ്കിലും കൊടുത്താൽ കഴിച്ചില്ല അവിടെ തിരിച്ചു പോരും. കുഞ്ഞുങ്ങൾക്ക് പോലും യാതൊരു ശല്യമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പൊ ഒരു 4 വർഷമായിട്ട് എൻ്റെ വീട്ടിലാണ് ഞാൻ അതിന് ആഹാരം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ 4 ദിവസമായിട്ട് അവളെ കാണാനല്ല. ചെറിയൊക്കെ വയറ്റിൽ എന്തോ ചെറിയൊരു പ്രശ്നം ഉണ്ടായി.
അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു നമുക്ക് അവളെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ശേഷം പിന്നെ അവളെ കണ്ടില്ല. ഇന്നലെ ഞാൻ വേറെ ആളെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവൾ ഇന്നലെ മരിച്ചുപോയി, ഇങ്ങനെയാണ് പ്രശ്നമാണെന്നുള്ള നമുക്കറിയാൻ പറ്റുന്നു. ഏറ്റവും നല്ല സ്നേഹമുള്ള ഒരു മൃഗമായിരുന്നു. ആർക്കും ഒരു ശല്യമില്ലാത്ത, കുഞ്ഞുങ്ങൾക്ക് പോലും ശല്യമില്ലാത്ത ഒരു ജീവിയായിരുന്നു അവൾ. അതുപോലെ തന്നെ എനിക്ക് വലിയ ദുഃഖമുണ്ട്. എല്ലാ വീട്ടിലും ജൂലി പതിവായി എത്തും. ആരെയും ഉപദ്രവിച്ചിട്ടില്ല, സ്നേഹം മാത്രം. നല്ല വീടുകളും വരുമായിരുന്നു. നല്ലൊരു പട്ടിയായിരുന്നു. നമ്മുടെ വീട്ടിലൊക്കെ ഒരു നമ്മളെ ആഹാരം കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല സ്നേഹമുള്ള പട്ടിയായിരുന്നു. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതുപോലെ കേൾക്കുകയും ചെയ്യും. അതുപോലെ നല്ലൊരു പട്ടിയായിരുന്നു. പോയത് വിഷമമുണ്ട്, ആരെയും ഒന്നും ചെയ്യത്തില്ല. ജൂലി നാട്ടുകാർക്ക് ഒരിക്കലും ഒരു ശല്യമായി മാറിയിട്ടില്ല. ഒരു നേരത്തെ ഭക്ഷണം ജൂലിക്ക് നൽകാൻ നാട്ടുകാർക്ക് സന്തോഷം മാത്രം. നമ്മുടെ നാട്ടിൽ ഒട്ടനവധി വിശേഷ ഗുണമുള്ള ഒരു പട്ടിയാണ് ജൂലി എന്ന് പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് അവൾ ഏതാണ്ട് 6 വർഷത്തോളമായി. 2018 വെള്ളപ്പൊക്കത്തിന് ഇവിടെ വന്നാണ്. രമണൻ പറഞ്ഞ ആളിന്റെ വീട്ടിൽ വന്ന് അഭയം തേടി. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാവരുമായിട്ട് വളരെ സഹകരണബോധമുള്ള ഒരു പട്ടിയാണ്. ആരെ ഉപദ്രവിക്കത്തില്ല, കുരക്കത്ത് പോലുമില്ല. ഒരു പട്ടിയെന്ന് പറയാൻ ഒക്കത്തില്ല, അതുപോലെ നല്ലൊരു ജീവിയായിരുന്നു. മൃഗവും മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് ജൂലി എന്ന തെരുവ് നായ. ജനം, പത്തനംതിട്ട. നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ CISF ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങി പോലീസ്. ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകിയേക്കും. സേനയുടെ ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, ഇവർക്കെതിരെ നടപടി ഉണ്ടാകും എന്ന സൂചനയൊക്കെ വന്നിരുന്നു. ആഭ്യന്തര അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, ആഭ്യന്തര അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തെളിവ് ശേഖരണം അടക്കം CISFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവം നടന്ന സ്ഥലത്തെത്തി നടത്തുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളും മൊഴികളും CISFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പുറത്താക്കൽ അടക്കമുള്ള നടപടികളിലേക്കും തീരുമാനത്തിലേക്കും CISF കടക്കുക. നേരത്തെ താൽക്കാലികമായിട്ട് സർവീസിൽ നിന്നും ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെയാണ് ആഭ്യന്തര അന്വേഷണം പ്രഖ്യാപിച്ചതും. ആഭ്യന്തര അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് പോലീസിന്റെ FIR-ഉം റിമാൻഡ് റിപ്പോർട്ടും CISFന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ തന്നെയാണ് പോലീസ് ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങാനായിട്ട് അപേക്ഷ നൽകുന്ന നടപടിയിലേക്കും കൂടി കടക്കുന്നത്. കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവ് ശേഖരണത്തിനും വേണ്ടിയിട്ടും ഇരു പ്രതികളെയും കസ്റ്റഡിയിൽ വേണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാകും വാദം എന്നുള്ള രീതിയിൽ കോടതിയിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നയിക്കുക. പ്രധാനമായിട്ടും ഈ കൃത്യം നടന്ന സ്ഥലത്ത് എത്തിച്ചുകൊണ്ടുള്ള തെളിവ് ശേഖരണവും അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴികളടക്കം രേഖപ്പെടുത്തുകയും വേണം. എന്തായാലും മറ്റൊരു സുപ്രധാനമായിട്ടുള്ള ഒരു നടപടിയും കഴിഞ്ഞ ദിവസം പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ കേസുമായി ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസിലെ തന്നെ 2ാം പ്രതിയായിട്ടുള്ള മോഹൻകുമാറിന് പിറ്റേ ദിവസം ഡ്യൂട്ടിയിൽ കയറാനായിട്ട് സഹപ്രവർത്തകൻ സഹായം ചെയ്തിരുന്നു. ഈ CISF ഉദ്യോഗസ്ഥനെ ഇന്ന് ചോദ്യം ചെയ്യാനായിട്ട് നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. നോട്ടീസ് കഴിഞ്ഞ ദിവസം CISF ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ആരൊക്കെയാണ് ഏതെങ്കിലും തരത്തിൽ ഈ 2 പ്രതികൾക്കും സഹായം മറ്റു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മറ്റൊന്ന് ഇതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് ഈ പറയുന്ന ഈ സഹായം ചെയ്തു കൊടുത്തു എന്ന് പറയപ്പെടുന്ന ഉദ്യോഗസ്ഥന്റെ വീട്ടിലെ ഒരു പരിപാടിക്ക് ശേഷമാണ് ഈ 2 പ്രതികളും കാറിൽ സഞ്ചരിച്ച് തിരികെ മടങ്ങുന്ന വഴിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഐവിൻ ജിജോയെ പിന്നീട് നായത്തോട് ജംഗ്ഷന് സമീപം വെച്ചായിരുന്നു കാണുന്നത്. അവിടെ വെച്ചാണ് ഈ വാക്ക് തർക്കം ഉണ്ടായത്. എന്തായാലും മറ്റ് CISFന്റെ ഉദ്യോഗസ്ഥർക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ അവരുടെ മൊഴികളും പരിശോധിക്കുന്നുണ്ട്. ആ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ അടക്കം മൊഴികൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. കസ്റ്റഡി അപേക്ഷ ഇന്ന് തന്നെ നൽകുമെന്നാണ് സൂചനകൾ. അതോടൊപ്പം തന്നെയാണ് CISFന്റെ ഉന്നത തലത്തിലുള്ള ആഭ്യന്തര അന്വേഷണവും പുരോഗമിക്കുന്നത്. കൃഷ്ണരാജ്. ശരി രേഷ്മ ബാബു. ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും വർദ്ധിക്കുന്നതായി കണക്കുകൾ. കോഴിക്കോട് ജില്ലയിൽ മാത്രം കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ്. ക്രൈം ബ്യൂറോയാണ് കണക്കുകൾ പുറത്തുവിട്ടത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, എല്ലാ ദിവസവും വാർത്തകൾ ഇങ്ങനെ പുറത്തു വരികയാണ്. അച്ഛൻ മകനെ കൊന്നു, മകൻ അച്ഛനെ കൊന്നു, ഭാര്യയെ ഭർത്താവ് കൊന്നു. അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് തുടരെ ഇങ്ങനെ വാർത്തകൾ സംഭവിക്കുകയാണ്. ഓരോ ദിവസവും പത്രങ്ങളിലൊക്കെ ഒരു പേജ് തന്നെ മാറ്റിവെക്കുന്ന ദിവസങ്ങൾ പലതുമുണ്ട്. അങ്ങനെ ക്രൈമിൻ്റെ എണ്ണം കൂടുന്നു.
കൊലപാതകങ്ങളും കൊലപാതക ശ്രമങ്ങളും കൂടുന്നു. അത്തരം ക്രൈമുകളുടെ എണ്ണം കൂടുകയാണ്. അനഘ. കൃഷ്ണരാജ്, ഈ കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തിനിടെ റിപ്പോർട്ട് ചെയ്തത് 15 കൊലപാതകങ്ങളും മാത്രമല്ല കൊലപാതക ശ്രമങ്ങളുമാണ്. ദിവസേന ഇത്തരത്തിലുള്ള ക്രൈം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ജില്ലയിലുണ്ട്. മാത്രമല്ല ഈ ഒരിടയ്ക്ക് ഏറ്റവും അധികം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറ്റതിനു ശേഷം വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ക്രൈമുകൾ ഉയരുന്നു എന്നതാണ്. ഈ 2025 മാർച്ച് വരെ മാത്രമുള്ള കണക്കനുസരിച്ച് ജില്ലയിൽ 4 കൊലപാതകങ്ങളും 15 കൊലപാതക ശ്രമങ്ങളുമാണ് നടന്നിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ ദിവസവും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. കൊടുവള്ളി കേന്ദ്രീകരിച്ച് 21 വയസ്സ് മാത്രമുള്ള ഒരു യുവാവിനെ വീട്ടിലെത്തി 5 സംഘം വടിവാളും മറ്റുമൊക്കെ കാണിച്ച് ആ യുവാവിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. കൊടുവള്ളിയെ സംബന്ധിച്ച് ഈ തട്ടിക്കൊണ്ടുപോകൽ നിരവധി തവണ പലതവണ നടന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലും കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട് എന്നതാണ്. മറ്റൊന്ന്, മയക്കുമരുന്ന് പോലുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം അതും വലിയ രീതിയിൽ കഴിഞ്ഞ മുൻ വർഷങ്ങളെക്കാൾ വലിയ രീതിയിൽ ഉയരുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ക്രൈം റെക്കോർഡ് അനുസരിച്ച് പുറത്തുവിടുന്ന കണക്കനുസരിച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. 2024 റിപ്പോർട്ട് ചെയ്തത് 21 കൊലപാതകങ്ങളും 125 കൊലപാതക ശ്രമങ്ങളുമാണ്. എന്നാൽ 2023 ഇത് 14 ആയിരുന്നു. അങ്ങനെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ വർഷം 2024-25 കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ജില്ലയിൽ കൊലപാതകവും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൃത്യമായി ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്താൻ അധികൃതർക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. ഈ ഡാൻസർ സംഘത്തിന്റെയൊക്കെ നേതൃത്വത്തിൽ ലഹരി വസ്തുക്കളും ലഹരി MDMA അടക്കമുള്ള പിടിക്കുന്ന വാർത്ത ദിവസേന പുറത്തു വരുന്നുണ്ട്. അങ്ങനെ ഇതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ഇടതുപക്ഷ സർക്കാർ ഈ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ പോലും കൃത്യമായി ഇത്തരത്തിൽ കുറ്റകൃത്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാനോ അതിനെതിരെ ശാശ്വതമായ ഒരു പരിഹാരം കാണാനോ ഒന്നും തന്നെ സാധിക്കുന്നില്ല. ഓരോ വർഷവും ഈ വാർത്തയിലേക്ക് നമുക്ക് കൂടുതൽ വിശദമായി പോകേണ്ടി വരും വാർത്തകളിൽ. ശരി അനഘ. ഏറ്റവും പുതിയൊരു വാർത്തയിലേക്കാണ്. ജർമ്മനിയിൽ ഭീകരാക്രമണമെന്ന് സംശയം. ബിലെഫൈൽഡിലെ ബാറിൽ ഇരച്ചെത്തിയ ആയുധധാരി 5 പേരെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. കുത്തേറ്റവരിൽ 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. 35 വയസ്സ് പ്രായം തോന്നിക്കുന്നയാൾ നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. സിറിയൻ അഭയാർത്ഥിയാണ് അക്രമിയെന്നാണ് പ്രാഥമിക നിഗമനം. അക്രമിക്കായി തെരച്ചിൽ ഊർജിതമാക്കി. ഭീകരാക്രമണമാകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. കൊല്ലത്തെ വനവാസി മേഖലകളിൽ സേവാഭാരതിയുടെ സാന്ത്വന സ്പർശം. സേവാഭാരതി ചിതറ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നേത്രരോഗ പരിശോധനാ ക്യാമ്പും കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ഊരുമൂപ്പൻ സത്യവ്രതൻ ഉദ്ഘാടനം ചെയ്തു. കൊച്ചരിപ്പ, ഇടപ്പണ, നാട്ടുകല്ല് മേഖലയിലുള്ളവർക്കായി നടന്ന നേത്രരോഗ പരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു. 100-ൽ പരം വനവാസി വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. വനവകുപ്പിന്റെയും വനസംരക്ഷണ സമിതിയുടെയും സഹകരണത്തോടെ സേവന പ്രവർത്തനം നടത്താൻ സാധിച്ചുവെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സേവാഭാരതി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ്, യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത്ത്, ചിതറ പഞ്ചായത്ത് മെമ്പർ പേഴുമൂട് സണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. വനവാസി മേഖലയിൽ സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾ വലിയ കൈത്താങ്ങാണെന്ന് ഊരുമൂപ്പൻ പറഞ്ഞു. നമ്മുടെ ഈ ആദിവാസി കോളനിയിൽ ഞാൻ ഊരുമൂപ്പനായ ഈ പരിപാടിയിൽ പങ്കാളിയാകുക ഇത്രയും സമയം പ്രയത്നിച്ച് ഇവർ കഷ്ടപ്പെട്ട് നമ്മൾ ഒരു പുരോഗതിയിലേക്ക് എടുക്കണം എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടുകൂടി ഈ പ്രവർത്തിക്കുന്ന ഈ സർക്കാരും ആയിട്ട് ബന്ധപ്പെടാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ന് അവരിവിടെ ഈ പഠിക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങൾക്കും പ്ലസ് ടുവിനും കോളേജിനും പഠിക്കുന്ന പിള്ളേർക്ക് വരെയും അവർ ബുക്കും പേനയും അവർ വിതരണം ചെയ്ത് ഈ കണ്ണ് പരിശോധനയും മെച്ചപ്പെടുത്തി ഇനിയും വരുംകാലങ്ങളിലും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ വരുംകാലങ്ങളിലും അവർ ഇതേപോലെ നമുക്ക് എളിയ സഹായങ്ങൾ ചെയ്ത് തരുമെന്നാണ് അവർ ഉറപ്പും തന്നിരിക്കുന്നത്. നിരവധി വാർത്തകളാണ് കഴിഞ്ഞ 2 മണിക്കൂറിൽ വന്നുപോയത്. അതിൻ്റെ പുതിയ വിവരങ്ങൾ വരുന്ന വാർത്തകളിൽ ഉണ്ടാകും. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ശുഭദിനം, അതിൻ്റെ തുടർച്ച ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുത്തൻ പുലരി പൂർണ്ണമാകുന്നു. നമസ്തേ.
Thank you.